കനകക്കുന്നിലെ പെന്തക്കുസ്താ തിരുനാൾ. പ്രിയമുള്ളവരെ, ഇന്ന് 2026 മെയ് 24 ഞായർ, പെന്തക്കുസ്താ തിരുനാൾ. മറ്റം നിത്യ സഹായ മാതാവിൻ്റെ തീർത്ഥകേന്ദ്രത്തിൽ ഉച്ചതിരിഞ്ഞ് 2 മണി മുതൽ 5:30 വരെ, തുടർന്ന് വിശുദ്ധ കുർബാന. പെന്തക്കുസ്താ തിരുനാൾ സന്ദേശം നൽകുന്നത് റവറൻഡ് ഫാദർ റോയ് വേളക്കൊമ്പിൽ, ഡയറക്ടർ ആബ ധ്യാന കേന്ദ്രം, തൃശൂർ. ജപമാല, സ്തുതി ആരാധന, വചന പ്രഘോഷണം, തൈലാഭിഷേക പ്രാർത്ഥന, ദിവ്യകാരുണ്യ ആരാധന, ദിവ്യബലി. എല്ലാവർക്കും മറ്റം നിത്യ സഹായ മാതാവിൻ്റെ തീർത്ഥകേന്ദ്രത്തിലേക്ക് സ്വാഗതം. അമ്മയുടെ മാധ്യസ്ഥം യാചിച്ച് അനുഗ്രഹം പ്രാപിക്കാൻ ഏവരെയും കനകക്കുന്നിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സുവിശേഷത്തിൽ 24:32 നമ്മൾ വായിക്കുന്നുണ്ട്. വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഹൃദയം ജ്വലിച്ചു. കർത്താവിന്റെ വചനത്താല് ഓരോരുത്തരുടെ ഹൃദയം ജ്വലിക്കട്ടെ. ഹൃദയം ജ്വലിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ ജ്വലനമാണ്. അതുകൊണ്ട് നമ്മുടെ ശരീരത്തെ, മനസ്സിനെ, ചിന്തയെ, ആലോചനയെ, ഭാവനയെ, കാഴ്ചയെ, കേൾവിയെ, പഞ്ചേന്ദ്രിയ മേഖലകളൊക്കെ ആത്മാവിന്റെ നിയന്ത്രണത്തിൽ നമുക്ക് എത്തിക്കാം. ഉയർത്തി തമ്പുരാന്റെ സാന്നിധ്യത്തിലേക്ക് നമ്മളെ സമർപ്പിച്ചു കൂടി സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. Father,
ശാലയിൽ കയറിയ ഒരു പ്രതീതി അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വലിയ അഭിഷേകം പ്രത്യേകിച്ച് ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെക്കുറിച്ച് പറഞ്ഞതാണ്. ഈ ആലയത്തില് വിശുദ്ധ അമ്മയ്ക്ക് വേണ്ടി അമ്മയുടെ മധ്യസ്ഥത ഇങ്ങനെ പ്രാർത്ഥന നടക്കുന്നിടത്തൊക്കെ ഈ അഭിഷേകത്തിന്റെ സാന്നിധ്യം ശക്തമായിട്ടുണ്ടാകും. ഇതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ പരിശുദ്ധാത്മാ ഇവിടത്തില്ല, ആരുണ്ട്? പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാ ആ വലിയ എബ്രേയദൂതന്റെ സന്ദേശം ഉള്ളിൽ കയറി ഓടിപ്പോയത് എവിടേക്കാണ്? 39-ാമത്തെ വചനം ലൂക്കാസ് സുവിശേഷം 1-ാം അധ്യായം 39-ാമത്തെ വചനം വായിക്കണം. ലൂക്കാ 1:39 ആദ്യം കിട്ടുന്നവർ വായിച്ചു. ലൂക്കാസ് സുവിശേഷം 1:39 വായിച്ചേ. മൈക്കിൽ മറിയം യൂദയായ മലപ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. ബാക്കി വായിക്കാൻ പറ്റും. ഹല്ലേലൂയ. ഈ പരിശുദ്ധാത്മാവ് നിറയുന്ന മനുഷ്യനെ ഒരു വെപ്രാളമുണ്ടാകും. ഹല്ലേലൂയ. സാധാരണ മാനുഷിക ഭാഷയിൽ പറയും, നീ എന്തിന് എത്ര വെപ്രാളം അടിക്കണേന്ന് ചോദിക്കാൻ, എന്നുവെച്ചാൽ നെഗറ്റീവ് ആയിട്ട് പറയാം. പക്ഷെ ആത്മാവുള്ള മനുഷ്യൻ എപ്പോഴും ഒരു തിടുക്കവും എന്നതുപോലെയാണ്. പരിശുദ്ധാത്മയിലെ വലിയ തിടുക്കത്തിലാണ് അമ്മയുടെ യാത്ര. ഈ അഭിഷേകം നിറയുന്ന മനുഷ്യനുള്ള ലഭിക്കുന്ന ഒരു വലിയ കൃപയാണ് തിടുക്കം. ഹല്ലേലൂയ. എന്തിനുള്ള തിടുക്കമാണെന്ന് ചോദിച്ചാൽ അത് പകരാനുള്ള തിടുക്കം, അന്യനുള്ള അഭിഷേകത്തെ, പരിശുദ്ധാത്മ സാന്നിധ്യത്തെ പങ്കുവെക്കാനുള്ള ഒരു തിടുക്കം. ഹല്ലേലൂയ. ബാക്കി ചോദിക്കാനല്ലോ ഇതൊക്കെ എങ്ങനെ സാധിക്കും? പരിശുദ്ധാത്മ ചോദിച്ചു, ഇതൊക്കെ മനുഷ്യനെങ്ങനെ വിശുദ്ധിയോടെ ജീവിക്കാൻ പറ്റും? ഈ കാലഘട്ടത്തിലൊക്കെ ഇതുപോലെ അഴുക്ക് പടരുന്ന, എല്ലായിടത്തും തിന്മ പെരുകുന്ന ഒരു സാഹചര്യത്തിൽ മനുഷ്യനെങ്ങനെ വിശുദ്ധനായി ജീവിക്കാൻ പറ്റും? ഒരു വഴിയേ ഉള്ളൂ. ഞാനിപ്പോ വരുന്നത് നമ്മുടെ സെന്റ് ജോസഫ് കുരിയച്ചാണ്. കയ്യിൽ ഒരു ബാൻഡ്. ഇത് ജീസസ് യൂത്തിന്റെ കമ്മിറ്റ്മെന്റ് ഡേയിലാണ്. ഞാനിപ്പോ അവരുടെ ഡയറക്ടർ, പുതിയ അപ്പോയിന്റ്മെന്റിൽ എന്റെ ആദ്യത്തെ അവരുടെ കൂടെ ഇന്ന് ആ ശുശ്രൂഷ ആരംഭിച്ചപ്പോൾ അവരോട് വരുന്നവരെല്ലാം ഇതുപോലെ ഒരു ബാൻഡ് ഇട്ട് നോക്കി വിശുദ്ധാത്മാവിന്റെ കമ്മിറ്റ്മെന്റ് പുതുക്കുന്ന ദിവസമാണ്. 1500-ഓളം യുവാക്കൾ, യുവതികൾ ഒരുമിച്ച് ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിച്ച് അവര് കമ്മിറ്റ്മെന്റ് പരിശുദ്ധാത്മാവിനോടുള്ളത് പുതുക്കിക്കൊണ്ടിരിക്കും. ദൈവമുള്ളവരെ, ഈ ആത്മാവിന്റെ സാന്നിധ്യം നിറയുമ്പോൾ നമുക്ക് കിട്ടുന്ന അറിവ് ലോകത്തിൽ നിന്ന് ഓടാനുള്ള അറിയിപ്പാണ്. മാലിന്യങ്ങളിൽ നിന്നൊക്കെ നീങ്ങാനുള്ള അറിയിപ്പാണ്. പരിശുദ്ധാത്മാവുള്ള മനുഷ്യന് മാത്രമേ സത്യമായതിനെ തിരിച്ചറിയാൻ പറ്റൂ. സത്യമായത് എന്താണെന്നും ഫേക്ക് ആയിട്ടുള്ളത് എന്താണെന്നും തിരിച്ചറിയണമെങ്കിൽ ആത്മാവുണ്ടാകും. അവിടെ അഭിഷേകമുള്ള മനുഷ്യന് മാത്രമേ ഏതിനെ മുറുകെ പിടിക്കണം, ഏതിനെ തള്ളിക്കളയണം എന്ന അറിവും ആ തള്ളിക്കളയാനുള്ള കരുത്ത് കിട്ടുക. പോരുന്നതിന് മുമ്പ് ഇതുപോലെ നമ്മുടെ നല്ലതണ്ണി എന്ന് പറയുന്ന കാട്ടില് ആനാരൂപതയുടെ ഭാഗത്തേക്കൊക്കെ പോയിട്ടുള്ളവർക്ക് നല്ലതണ്ണിയില് കാടിന്റെ ഉള്ളില് ഒരു 5 സഹോദരങ്ങള് ഒരുമിച്ച് താമസിക്കുന്നുണ്ട്. ഈ ജീവിതത്തിന്റെ എല്ലാ സുരക്ഷിതത്വവും വേണ്ട എന്ന് വെച്ച് അവിടെ ആദ്യം പോയ മനുഷ്യന്റെ പേരാണ് സണ്ണി ബ്രദർ.
അദ്ദേഹം 30 വർഷത്തിന് മുകളിലായിട്ട് അവിടെ താമസിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വേറെ 3-4 പേരും കൂടെ ആ ബ്രദറുടെ അടുത്ത് ഇരുന്ന് ചോദിച്ചു, ഞങ്ങളും പോന്നോട്ടെ, ഞങ്ങളെ കൂടി ചേർക്കുമോ? ഈ ജീവിതം ഇതുപോലെ സഹനമായി, ഇതിലൊരു ഈ ലോകത്തിന്റെ ഒരു ആനന്ദവും ഇല്ല എന്ന് പറയുമ്പോൾ അവർ പറയും, അങ്ങേക്ക് എങ്ങനെയാ ഇതൊക്കെ കിട്ടുന്നത്? അങ്ങേക്ക് എങ്ങനെയാ ഇതൊക്കെ സാധിക്കുന്നത്? പലരും സന്ദർശിക്കാൻ പോകുമ്പോ ഇവരോട് സംസാരിച്ചു കഴിയുമ്പോ ഈ സണ്ണി ബ്രദർ 60 വയസ്സ് പ്രായമുണ്ട്. ആ മനുഷ്യന്റെ അധരങ്ങളിൽ എപ്പോഴും സന്തോഷത്തിന്റെ വാക്കുകളേ ഉള്ളൂ. പരിശുദ്ധാത്മാവ് നിറഞ്ഞ മനുഷ്യന് പരിദേവനങ്ങളും പരിഭവങ്ങളും പിറുപിറുക്കലുകളും ഒന്നുമില്ല. ഇതുപോലെ തിന്മയുടെ മേഖലകളും വളർച്ചകളും ആ അറിവുകളും അതിനെക്കുറിച്ചുള്ള ന്യൂസുകൾ കേൾക്കുമ്പോൾ അദ്ദേഹം പറയും, അതിനെക്കുറിച്ചൊന്നും ആശങ്കപ്പെടേണ്ട, അത് പതിരും പിന്നെ ഇവിടെ വന്നിട്ട് കതിരും തിരിയുന്ന സമയം. കതിരും തിരിയുന്ന സമയമാണിത്. അതുകൊണ്ട് ഉള്ളിൽ ആത്മാവുള്ളവൻ കതിരിന് വേണ്ടി അധ്വാനിക്കും. പതിരായിട്ടുള്ളവൻ, ഉള്ളിൽ ഈ ലോകത്തിന്റെ അരൂപിയുള്ളവൻ അതിന്റെ പുറകെ പോകും. ഉള്ളവരെ അഭിഷേകം ജ്വലിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ ക്ഷണിക്കുകയാണ്. അതുകൊണ്ട് ചേർന്ന് നിന്ന് നമ്മളിലെല്ലാം പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നിറയും. പറഞ്ഞു യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 15-ാം വചനം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 15-ാം വചനത്തിൽ ഈശോ പറയുന്നത്, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ കൽപ്പന പാലിക്കും. എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ കൽപ്പന പാലിക്കും. ഈശോയുടെ അടുത്ത് എന്തോരം ആളുകൾ കൂടിയതാണ്. എത്രയോ പേര് കേൾക്കാൻ വന്നു. കുറേയേറെ പേര് ഒരുപാട് സമയത്ത് ഈശോടൊപ്പം നിന്നു. പക്ഷെ ചിലരൊക്കെ കുറെ കഴിയുമ്പോൾ വിട്ടുപോയി തുടങ്ങി. ഈശോ പരിശുദ്ധ കുർബാനയെ കുറിച്ച് പഠിപ്പിച്ച സമയത്ത് ഇതുപോലെ ഒപ്പം നിന്ന് കുറെ പേര്, പക്ഷേ കുറെ കഴിയുമ്പോൾ ഉപകാരമില്ല എന്ന് പറയുമ്പോ അവരെല്ലാം പിന്തിരിഞ്ഞു പോകുന്നു. പ്രിയമുള്ളവരെ, ഈ പരിശുദ്ധാത്മാവുള്ള മനുഷ്യനാണ് ഉപകാരമുള്ളത് തിരിച്ചറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് കുറച്ചു പേര് മാത്രം അവശേഷിച്ച്. അതുകൊണ്ട് യോഹന്നാൻ 6-ാം അധ്യായത്തിൽ 67-ാം വചനത്തിൽ ആളുകൾ ഇങ്ങനെ ഈശോയുടെ അടുത്തുനിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. 5 അപ്പം കൊണ്ട് 5000 പേരെ തൃപ്തിപ്പെടുത്തി. പിറ്റേ ദിവസം ആളുകൾ ഒരുപാട് ഓടിക്കൂടി. പക്ഷെ പിറ്റേ ദിവസം ഈശോ അപ്പം വർദ്ധിപ്പിച്ചില്ല. ആ ഒരു ദിവസത്തിൽ അല്ലെങ്കിൽ ആ ഒരു സമയത്ത് വർദ്ധിപ്പിച്ച് പിന്നെ പിറ്റേ ദിവസം വിട്ടുന്ന് വിചാരിച്ച പലരും വന്ന് പിറ്റേ ദിവസം വർദ്ധിപ്പിച്ചു. അപ്പൊ അവര് ചെറിയ രീതിയിലൊക്കെ തീർത്തു, എന്നാലും സവിച്ചിരുന്നു. അതിന് പിറ്റേ ദിവസം എത്തി, അന്നും വർദ്ധിപ്പിക്കുന്നില്ല, മെച്ചം കുറയുന്നു. പിന്നെ അവൻ പഠിപ്പിക്കുക, നിത്യജീവനെ കുറിച്ചാണ് പഠിപ്പിക്കുന്നത്. ഈ ജീവിതത്തിലേക്കല്ല ശ്രദ്ധ പോകേണ്ടതെന്ന് അറിയിപ്പ്, നിത്യജീവനെ കുറിച്ചുള്ള അറിയിപ്പ്. ഈ ശരീരം ഈ അപ്പന്റെ ശരീരമാ, ഇത് ഭക്ഷിക്കുന്നവൻ നിത്യജീവിക്കും. അപ്പൊ സംഭവം പ്രശ്നമാണ്. ആദ്യം 60-ാം വചനം വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 60-ാം വചനം. ഇത് കേട്ട് അവരുടെ ശിഷ്യരിൽ പലരും പറഞ്ഞു, ഈ വചനം കഠിനമാണ്, ഇത് ശ്രമിക്കാൻ ആർക്കും കഴിയും. ചില സംഭവങ്ങൾ അങ്ങനെ നമുക്ക് ഉപകാരമില്ലാത്ത, ഈ ജീവിതത്തിന് ഉപകാരമില്ലാത്തതെല്ലാം കഠിനമായി അനുഭവപ്പെടും. ശരീരത്തിന് ഉപകാരമില്ലാത്തത്, ഭൗതിക മേഖലയ്ക്ക് ഉപകാരമില്ലാത്തതെല്ലാം കഠിനമായി അനുഭവപ്പെടും. ആർക്കാണ് കഠിനമായി അനുഭവപ്പെടുന്നതെന്ന് അറിയോ? പരിശുദ്ധാത്മാവില്ലാത്തവന്. ഈ ലോകത്തിന്റെ മനുഷ്യന് ആത്മീയ മേഖലകളെല്ലാം കഠിനമായി അനുഭവപ്പെടും. 1 Korinഥോസ് 2:14. 1 Korinഥോസ് 2:14. ലൗകിക മനുഷ്യന് ദൈവാത്മാവിന്റെ ദാനങ്ങൾ ദോഷത്വമാണ്. അവനത് സ്വീകരിക്കില്ല. ഇത് ആത്മീയമായി വിവേചിക്കേണ്ടവയാകയാൽ അവൻ ഗ്രഹിക്കാൻ അവന് സാധിക്കില്ല. വളരെ ശ്രദ്ധിച്ചേ, നല്ല ഉച്ച സമയമാണ്. എന്ന് പറഞ്ഞ എന്റെ വചനത്തിന് മക്കളെ മാറ്റമില്ല, ഇതിനെ മാറ്റം പോകുന്നില്ല, അല്ലെങ്കിൽ മാറ്റം വരുന്നില്ല. ഇതെന്നും ആകാശം ഭൂമിയിൽ കടന്നു പോയാലും സർവവും നിറവേറോളം വള്ളിപുള്ളി നിയമത്തിൽ നിന്ന് മാറ്റം വരില്ല.
നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നു. അപ്പോഴാണ് പരിശുദ്ധാത്മ നിയന്ത്രണത്തിൽ പത്രോസ്ലീഹ പറയുക, കർത്താവേ, ഞങ്ങൾ ആരുടെ പക്കൽ പോകും? നിത്യജീവന്റെ വചനം നിന്റെ പക്കലാ. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തുതിച്ചേ. ഹല്ലേലൂയ. സാന്നിധ്യമുള്ള മനുഷ്യനെ നിത്യതയെ കുറിച്ചുള്ള അറിവുണ്ടാവുകയുള്ളൂ. നിത്യതയെ കുറിച്ചുള്ള അറിവ് പ്രവേശിക്കുന്ന മനുഷ്യനെ ഈ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. പ്രതിസന്ധികൾ വരുമ്പോൾ വീണുപോകും. കാരണം അവൻ ഈ ജീവിതത്തിന്റെ അപ്പുറത്തേക്ക് അവന് ചിന്ത പോയിട്ടില്ല. അവന് സമൃദ്ധി ഉണ്ടാകും, സമ്പത്തുണ്ടാകും, വരുമാനം ഉണ്ടാകും, തറവാടിത്തം ഉണ്ടാകും. പക്ഷെ കർത്താവിന്റെ ആത്മാവ് ഉള്ളിലില്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഹല്ലേലൂയ. വളരെ ആനുകാലിക സംഭവങ്ങളൊക്കെ നമ്മുടെ ചുറ്റുപാടി ഓരോന്നും നടക്കുമ്പോൾ വിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന അറിയിപ്പതാണ്. ഒരു മനുഷ്യനെ നോക്കി ജീവിക്കരുത്. ലോകത്തിന്റെ പ്രബോധനമല്ല നമ്മുടെ ജീവിതത്തെ നയിക്കേണ്ടത്. ലോകത്തിന്റെ പ്രബോധനം ഈ ജീവിതത്തിന്റെ 10-90 വർഷത്തേക്കാണ് തരുന്നതെങ്കിൽ ദൈവവചനം തരുന്ന അറിവ് നിത്യജീവന് വേണ്ടിയിട്ടാണ്. അതാണ് സങ്കീർത്തനം 90:10 എഴുതി വെച്ചു. സങ്കീർത്തനം 90:10. മനുഷ്യന്റെ ആയുസ് 70 വർഷമാണ്. മനുഷ്യന്റെ ആയുസ് 70 വർഷമാണ്. ഏറിയാൽ 80. 90 സങ്കീർത്തനം 10. ഞങ്ങളുടെ ആയുഷ്കാലം 70 വർഷമാണ്. ഏറിയാൽ 80. ഇതിന്റെ അകാലം അത്രയും അധ്വാനവും ദുരിതവുമാണ്. അവ പെട്ടെന്ന് തീർന്ന് ഞങ്ങൾ കടന്നുപോകും. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഈ അറിവ് ഇത് പെട്ടെന്ന് കടന്നു പോകുമെന്ന് അറിവ് തരുന്നത് പരിശുദ്ധാത്മാവാണ്. സാധാരണ നമ്മുടെയൊക്കെ ഉള്ളിൽ പരിശുദ്ധാത്മ സാന്നിധ്യം, ദൈവിക ചിന്ത പ്രവേശിക്കുന്നില്ലെങ്കിൽ ഈ ജീവിതത്തിന്റെ അപ്പുറത്തേക്ക് ചിന്ത പോവില്ല. അതുകൊണ്ട് ഓരോ കുർബാനയിലും പരിശുദ്ധാത്മ നിയന്ത്രണത്തിൽ ഇപ്രകാരം നമ്മുടെ ചിന്ത ഉയർത്താൻ ആവശ്യപ്പെടുന്നത്, ഉന്നതത്തിലുള്ളവയിൽ ഉയരങ്ങളിലേക്ക് നിങ്ങളുടെ ചിന്ത ഉയരട്ടെ. ഓരോ കുർബാനയിൽ നമ്മൾ പ്രാർത്ഥിക്കും. കൊളോസ്സസ് 3:1-2 കൊളോസ്സസ് 3:1-2 ഉയർത്തവനായ ക്രിസ്തു ഉന്നതത്തിലായിരിക്കുന്നത് പോലെ ക്രിസ്തുവിനോടൊപ്പം നിങ്ങൾ ഉയർത്തിക്കപ്പെട്ടെങ്കിൽ ദൈവത്തിന്റെ വലതുഭാഗം പുരുഷനായിരിക്കും ക്രിസ്തു വസിക്കുന്ന ഉന്നതത്തിലുള്ളവയെ ശ്രദ്ധ വയ്ക്കുക. ഈ ലോകത്തിലുള്ള വസ്തുക്കളിലല്ല, ഭൂമിയിലുള്ള വസ്തുക്കളിലല്ല, ഉന്നതത്തിലുള്ളവയെ ശ്രദ്ധ വയ്ക്കുക. ഹല്ലേലൂയ. 2 കൊരിന്ത്യസ് 4:18. 2 കൊരിന്ത്യസ് 4:18. ദൃശ്യമായവയല്ല ഞങ്ങളുടെ ലക്ഷ്യം. കാരണം ദൃശ്യങ്ങൾ നശ്വരങ്ങളാണ്, അനശ്വരങ്ങൾ. ലക്ഷ്യം വെക്കേണ്ടത് ഇവിടേക്കല്ല. ലക്ഷ്യം വെക്കേണ്ടത് കാണാൻ പറ്റാത്തതാണെങ്കിൽ ഉറപ്പുള്ളതിലേക്കായിരിക്കും. മനുഷ്യൻ കാണാൻ പറ്റുന്നതും തൊടാൻ പറ്റുന്നതും ശരീരം കൊണ്ട് അനുഭവിക്കാൻ പറ്റുന്നതിനൊക്കെ പുറകെ ഓടുമ്പോ ആത്മാവുള്ള മനുഷ്യൻ ഉറപ്പുള്ളതിന്റെ പുറകെ നിൽക്കും. അതാണ് യോഹന്നാൻ 16:8 പറയുന്നത്. യോഹന്നാൻ 16:8. അവൻ വരുമ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുത്തും. അവൻ വന്നില്ലെങ്കിൽ, അവൻ പ്രവേശിക്കുന്നില്ലെങ്കിൽ, അവന്റെ സാന്നിധ്യമില്ലെങ്കിൽ ന്യായവിധിയെക്കുറിച്ച് ചിന്തയില്ല. അവൻ പ്രവേശിക്കുന്നില്ലെങ്കിൽ നീതിയെക്കുറിച്ചുള്ള ചിന്തയില്ല. അതുകൊണ്ട് പാപത്തെക്കുറിച്ചുള്ള ബോധം, നിത്യതയെക്കുറിച്ചുള്ള ബോധം, അന്ത്യവിധിയെക്കുറിച്ചുള്ള ബോധം, ഇതെല്ലാം തരുന്നത് പരിശുദ്ധാത്മ സാന്നിധ്യമാണ്. പ്രിയമുള്ളവരെ, ചേർന്ന് നിന്നോണം. ലഭിക്കുന്ന എല്ലാ അവസരങ്ങളും ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിച്ചുകൊള്ളണം. പ്രാർത്ഥനയും ഇതൊരു ദിവസം കൊണ്ട് അവസാനിക്കാനുള്ളതുമല്ല. ഇത് അറിയിപ്പാണ്. നമുക്ക് എപ്പോഴും ആത്മാവിൽ ജീവിക്കണമെന്ന് അറിയിക്കും. പരിശുദ്ധാത്മാവിൽ ജീവിതം നിയന്ത്രിക്കപ്പെടണമെന്ന് അറിയിക്കും. ലോകം എപ്പോഴും പറയുന്നത് കൊണ്ട് ഈ ലോകത്തിന്റെ പ്രേരണകളും ഈ ലോകത്തിന്റെ വ്യാപാരങ്ങളിലേക്ക് മുഴുകാൻ ലോകം പ്രേരിപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മ നിയന്ത്രണത്തിൽ ജീവിതത്തെ സൂക്ഷിക്കാൻ
ദൈവാത്മാവ് തരുന്നറിയും. ഗലാത്യ 5:16 ഗലാത്യ 5:16 നിങ്ങൾ ആത്മാവിന്റെ പ്രേരണയനുസരിച്ച് ജീവിക്കുക. ആത്മാവിന്റെ പ്രേരണയനുസരിച്ച് ജീവിക്കുക. ജഡമോഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത്. ലോകം പറയുന്നത് ജഡപ്രേരണയനുസരിച്ച് ജീവിക്കാൻ. മനുഷ്യൻ സൈക്കോളജിസ്റ്റുകൾ അല്ലെങ്കിൽ ഒരു ഇൻസ്പിറേഷണൽ ആരോടെങ്കിലും ഒരു കൗൺസിലിംഗ് മേഖലയ്ക്കൊക്കെ പോകുമ്പോൾ ഈ ലോക മനുഷ്യൻ പറയും നിങ്ങൾ ശരീരത്തിന്റെ പ്രേരണ അനുസരിച്ച് ജീവിക്കും, ചിന്തയുടെ പ്രേരണ അനുസരിച്ച് പോകും, മനസ്സിന്റെ ആലോചന വെച്ച് ജീവിക്കും, തൃപ്തി തരുന്നതിന്റെ പുറകെ പോകും, ശരീരത്തിന് തൃപ്തി തരുന്നതിന്റെ പുറകെ. പക്ഷേ കർത്താവിന്റെ വചനം പറയും ശരീരത്തിന് തൃപ്തി തരുന്നതിന് പുറകെ പോകുന്നവർക്ക് ഒരു പ്രശ്നമുണ്ട്. ജീവിക്കുന്നതിന് കുഴപ്പമില്ല. മനുഷ്യന് 2 രീതിയിൽ ഈ ലോകത്ത് ജീവിക്കാം. നമുക്ക് എല്ലാവർക്കും ജീവിക്കാം. ഒന്ന് ശരീരത്തിന്റെ പ്രേരണ അനുസരിച്ച് ജീവിക്കാം, മറ്റൊന്ന് ആത്മാവിന്റെ പ്രേരണ അനുസരിച്ച് ജീവിക്കാം. പക്ഷെ രണ്ടിനും 2 റിസൾട്ട് ആണെന്ന് നമ്മൾ നേരത്തെ അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് 2 രീതിയിൽ മനസ്സ് വയ്ക്കണം. നമ്മൾ പറയില്ലേ ചിലർ ഒരുപാട് ഈ ആത്മീയ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ച് ജീവിക്കും. ഈ ജീവിതം കുടുംബത്തിന് വരെ ഉപകാരമുണ്ട് എന്ന് ചോദിക്കാറുണ്ട്. നിങ്ങൾ പലരും ചിരിച്ചു തുടങ്ങി. ഇതിന്റെ അർത്ഥം ഇത് വീട്ടിൽ കേൾക്കുന്നവരൊക്കെ ഉണ്ട്. വീട്ടിന് ഉപകാരമുണ്ട്. നിങ്ങൾ ഈ പ്രാർത്ഥനയിൽ പരിത്യാഗവും നോമ്പും ഉപവാസവും പള്ളിയും ജ്ഞാനവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവുന്നു. കുടുംബത്തിന് എന്താ ഉപകാരം എന്ന് ചോദിക്കുന്ന ഒരു മേഖലയിൽ പ്രവേശിക്കാൻ സാധ്യതയുണ്ട്. അതാണ് ഈ വചനത്തിന്റെ 2ാം ഭാഗം അല്ലെങ്കിൽ അടുത്ത വചനം. റോമയത്തിന്റെ 6-7 വചനങ്ങളിലേക്ക് രണ്ട് രീതിയിൽ ജീവിക്കാം. മനുഷ്യൻ ജഡത്തിന്റെ വ്യാപാരം മേഖലയിൽ ജീവിക്കാം, ആത്മാവിന്റെ മേഖലയിൽ ജീവിക്കാം. ജഡാഭിലാഷങ്ങൾ മരണത്തിലേക്ക് നയിക്കും. വിശുദ്ധ മരണം എന്ന് പറയുന്നത് ശരീരത്തിന്റെ ആത്മീയ വേർപാട് അല്ലെങ്കിൽ മാനുഷിക മരണമല്ല, ഭൗതിക മരണമല്ല. സുവിശേഷത്തിൽ മരണത്തെ ഓർമ്മപ്പെടുത്തുന്നത് നിത്യനാശത്തെ കുറിച്ചുള്ള അറിയിപ്പ്. ആത്മനാശമാണ് മരണം എന്ന വാക്കിൽ പലപ്പോഴും കൂടുതലായി ദൈവജനത്തിൽ ഉപയോഗിച്ചു. ഇവിടെ ഉപയോഗിക്കുന്നത് അങ്ങനെയാണ്. ജഡത്തിന്റെ വ്യാപാരം അനുസരിച്ച് ജീവിക്കുന്നവൻ മരണത്തിലേക്ക് നയിക്കപ്പെടുന്നവനാണ്. എന്നാൽ ആത്മാവിന്റെ അഭിലാഷം ജീവനിലേക്കും സമാധാനത്തിലേക്ക് നയിക്കും. അതുകൊണ്ട് 2നും 2 ലക്ഷ്യമാണ് ദൈവം. ശരീര പ്രേരണ അനുസരിച്ച് ജീവിക്കുന്നത് 8-ാം അധ്യായത്തിന്റെ 8-ാം റോമ 8:8 ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റില്ല. ജഡപ്രേരണ അനുസരിച്ച് ജീവിക്കുന്നവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റില്ല. ദൈവത്തെ പ്രസാദിപ്പിക്കാതെ ഈ ജീവിതത്തിൽ മുന്നോട്ട് പോയാൽ ഉണ്ടാകാവുന്ന ദുരന്തം നിന്നെ കുറിച്ചുള്ള ദൈവ പദ്ധതി നഷ്ടപ്പെട്ടു പോകുന്നുള്ളത്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 38-ാം വചനം. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 38-ാമത്തെ വചനത്തിൽ ഈശോ പറയുന്നത് ഞാൻ എന്തിനാണ് ലോകത്തിലേക്ക് വന്നത്? ഈശോ ലോകത്തിലേക്ക് വന്നതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യത്തെ അല്ലെങ്കിൽ ഏറ്റവും വലിയ ലക്ഷ്യം അത് പിതാവിന്റെ ഹിതമാണ് ഈശോ അറിയിക്കുക. എന്താണ് പിതാവിന്റെ ഹിതം എന്നും അതോട് വായിച്ചു. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നു. മനുഷ്യൻ 100 വയസ്സ് വരെ ജീവിച്ചാൽ ദീർഘായുസ്സാണ്. നിത്യതയോട് തുലനം ചെയ്യുമ്പോൾ ഈ 100 വയസ്സ് അല്ലെങ്കിൽ ഏതാനും മത്സരങ്ങൾ സമുദ്രത്തിലെ ഒരു തുള്ളി വെള്ളത്തോളമേ ഉള്ളൂ, ഭൂമിയിലെ ഒരു മണൽത്തരിയോളമേ ഉള്ളൂ. ഹല്ലേലൂയ. 100 വയസ്സ് വരെ യോജനം പറയുന്നത് 100 വയസ്സ് വരെയൊക്കെ വളരെ റയറായിട്ട് പോകുന്നു. പ്രാണിവായിച്ച വചനം മനുഷ്യന്റെ ആയുസ് 70, ഏറിയാൽ 80. ഇവിടെ ഇരിക്കുന്ന ഭൂരിഭാഗം പേരൊക്കെ 80 പിന്നിട്ടവരൊക്കെ ഉണ്ട്. എന്റെ വീട്ടിലുണ്ട് 2 പേര് 80 പിന്നിട്ട് കഴിഞ്ഞു. ബോണസാണ് കിട്ടിയിട്ടുള്ളത്, ബോണസാണ്. മുന്നോട്ടുള്ള യാത്രയിൽ അധികമൊന്നും ദൂരമില്ല. താഴെയിരിക്കുന്നവർക്കും അങ്ങനെയാണ്. എപ്പോ വേണമെങ്കിലും പിടി വരാം എന്നതിന്റെ അർത്ഥം, കർത്താവ് അറിയിച്ചിരിക്കുന്നതിന്റെ അർത്ഥം പ്രായം വെച്ചല്ല ഞാൻ വിളിക്കുന്നതെന്ന് കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് ഇതിനെ കുറിച്ചൊന്നും ഒരു ഉറപ്പ് നമുക്കില്ല. നിങ്ങൾ ഈ ശൂരമല ദുരന്തം കേട്ടതല്ലേ? ശൂരമല ദുരന്തം കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞപ്പോ അവിടെയുള്ള കത്തോലിക്ക ദേവാലയം
ആ ദേവാലയത്തിന്റെ പേര് സെന്റ് അൽഫോൻസ ദേവാലയം. വായി പുറത്തിരിക്കുന്നവർ നടച്ചുറങ്ങി എന്നിട്ട് വളരെ ശ്രദ്ധിച്ചേ ഹല്ലേലൂയ എല്ലാവരും എനിക്കൊന്നും മനസ്സിലായില്ല. അതെന്താണ് നീ അങ്ങനെ പറഞ്ഞത്? എൻ്റെ കൂടെ ഗുഡ്നസ് ടി വി പ്രവർത്തിക്കുന്ന ഒരു സഹപ്രവർത്തകർ അവൻ എന്നോട് പറഞ്ഞു, സജി എന്ന അവൻ്റെ പേര്, എരിവപ്പെട്ടിയിലാണ് വീട്. അവൻ പറഞ്ഞു, അച്ഛാ ഇങ്ങനെയൊന്നും ജീവിച്ചിട്ട് കാര്യമില്ല. ഞാൻ ചോദിച്ചു, നീ എന്താ ഉദ്ദേശിച്ചു? എൻ്റെ അച്ഛാ, ഈ അച്ഛൻ ഈ ക്യാമറയും ഈ ഡയറക്ഷനും അതുപോലെ ഈ അവാർഡിന്റെ കാര്യമൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്തു അച്ഛൻ എന്ത് ഉപകാരം? അച്ഛൻ ഫ്രാൻസിൽ പഠിച്ച ആളാന്ന് പറഞ്ഞു, അച്ഛൻ പാരീസിലെ പഠിച്ചെന്ന് പറഞ്ഞു, അച്ഛൻ എറണാകുളത്ത് മാധ്യമത്തിൽ 12 വർഷം ഉണ്ടായിരുന്നു, അച്ഛൻ 5 കൊല്ലം അതിൻ്റെയൊക്കെ ഹെഡായിരുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ അച്ഛൻ ഇതുകൊണ്ടൊക്കെ അച്ഛൻ എന്ത് ഉപകാരം? സത്യം പറഞ്ഞാൽ എനിക്ക് അവനോട് നല്ല ദേഷ്യം തോന്നി. പക്ഷെ എന്നിട്ട് അവൻ അതിന്റെ അവസാനം എന്നോട് കാര്യം, അച്ഛൻ്റെ ഒരു ധ്യാനം നിങ്ങളോട് ചിലർ നിങ്ങളൊക്കെ ഞങ്ങളെ കാണാൻ വരുമ്പോൾ ഞങ്ങൾ പറയാനുള്ള ഒരു കാര്യം, നിങ്ങളൊരു ധ്യാനത്തിന് അതല്ലാത്ത വേറെ എന്തെങ്കിലും പറയാനുള്ളൂ. ചിലർ ചോദിച്ചു, ഒരു അമ്മ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചു, ഒരു അമ്മ ധ്യാനിക്കാൻ വന്നു പാവയിൽ ഇങ്ങനെ എൻ്റെ അടുത്ത് ഒറ്റയ്ക്ക് കാണുമെന്ന് പറഞ്ഞു. അച്ഛൻ എനിക്ക് ഈ കൗൺസിലിംഗ് തീരെ ഇഷ്ടപ്പെട്ടിട്ട് അതുകൊണ്ട് അച്ഛൻ്റെ അടുത്ത് വന്നു കൗൺസിലിംഗ്. അപ്പൊ ഞാൻ ചോദിച്ചു, അങ്ങനെ വന്നോ? എന്നാ ഇന്നോ കുഴപ്പമില്ല അച്ഛാ എന്താ? അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ ഇഷ്ടപ്പെടാതെ പോയിരുന്നു? അതച്ഛാ ഈ ആദ്യം ചെന്ന് ഇരുന്നപ്പോ തന്നെ എന്നോട് പറയാ, ക്ഷമിക്കാനുള്ളത് ക്ഷമിക്കാനുണ്ട്, അങ്ങനെ ക്ഷമിച്ചാൽ മാത്രമേ ദൈവാനുഗ്രഹം വെളിപ്പെടുകയുള്ളൂ, ജീവിതം ശരിയാവുള്ളൂ. അവര് വേറെ എവിടെയെങ്കിലും പോകുന്നു, അതിനാണോ ഈ ധ്യാനത്തിനെന്ന് പറഞ്ഞ് ഇവിടെ പോകും? അതിപ്പോ വേറെ എവിടെയെങ്കിലും പോയാൽ ശരിയാക്കണം, അതല്ലാത്ത വല്ല വഴിയുണ്ടെങ്കിൽ. അതുകൊണ്ട് അച്ഛൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു എഴുന്നേറ്റു. ഈ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നത് അത് മാത്രമേ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റൂ. ഇത് പ്രകാരം ചേട്ടനുള്ള മരുന്ന് വിടില്ല. ഇത് പ്രകാരം ക്ഷമിക്കാതെ പൊറുക്കാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പ്രീതിപ്പെടുത്താനും പ്രാർത്ഥിക്കാനും ഒന്നും പറ്റും. അപ്പൊ ചേട്ടനെ പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഇരുത്തി മനസ്സിലാക്കിപ്പിച്ചു. പക്ഷെ എങ്കിലും മനസ്സിലേക്ക് ആദ്യം വന്ന ചിന്തയില്ല വളരെ പറയുന്നത്. അപ്പൊ എന്നതുപോലെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് നമ്മളെ കുറിച്ചൊക്കെ ചില ബോധ്യങ്ങളും ചില ഉറപ്പുകളൊക്കെ സജീവോട് പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, അച്ഛാ ഇങ്ങനെ ഒന്ന് ജീവിച്ചിട്ടൊരു കാര്യമില്ല. അങ്ങനെ അവസാനം അവരെന്നോട് പറഞ്ഞു, അച്ഛൻ ഈ അച്ഛന്മാരുടെ ധ്യാനം നടത്തുന്നു, ഒരെണ്ണത്തിൽ അച്ഛന് പോകും. അവനത് പറയാനുള്ള സാധ്യത ഉള്ളത് കൊണ്ടുകൂടിയാണ്. എന്തായാലും ഞാൻ പറഞ്ഞാ ഇന്നായി പ്രാവശ്യം ഞാൻ പോകും. അങ്ങനെ ഞാൻ 2018 ഫെബ്രുവരി മാസം 4-ാം തീയതി ദിവായിലെ ഗുഡ്നസ് ടി വി പ്രവർത്തിക്കുന്ന സമയം കർത്തിലച്ഛനോട് പറഞ്ഞു, അച്ഛാ ഈ അച്ഛന്മാരുടെ ഒരു ധ്യാനം സിഹിയോനിലുണ്ട്, ഞാൻ ഒരാഴ്ച പോയാലും അച്ഛൻ പറഞ്ഞപ്പോ ഇവിടുത്തെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കൊള്ളാറുണ്ട്. അപ്പൊ അത് തന്നെ എനിക്ക് വലിയൊരു ഭാരമായി അനുഭവപ്പെട്ടു. കാരണം ഞാൻ വിചാരിച്ചിരുന്നത് ഈ ഡിവൈൻ ധ്യാനകേന്ദ്രക്കാരൻ തൃശ്ശൂർ രൂപക്കാരനായ എന്നെ അവരുടെ ടി വിയിൽ ഇങ്ങനെ ഒരു ജോലിയൊക്കെ തന്നത്, ഞാൻ ഫ്രാൻസിൽ പഠിച്ചു വന്ന് എറണാകുളത്ത് മാധ്യമ മേഖലയിൽ 12 വർഷം പഠിച്ച അനുഭവം, കുറെ അവാർഡുകളൊക്കെ ഞാൻ ഈ സംസ്ഥാന ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് വരെ പ്രേമചന്ദ്രൻ മിനിസ്റ്റർ 2010 ഈ സാംസ്കാരിക മന്ത്രിയായിരിക്കുമ്പോ ട്രിവാൻഡ്രത്ത്
ടാഗോർ തിയേറ്ററിൽ പോയി ഞാൻ അവാർഡ് മേടിച്ചിട്ടുണ്ട് മാധ്യമ മേഖലയിൽ പ്രവർത്തിച്ചതിന്റെ പേര്. അപ്പൊ ഇതൊക്കെയാണ് എന്റെ കരുത്തായിട്ടുള്ളത്. എന്നിട്ട് ഈ അച്ഛൻ ഇത്ര സിമ്പിളായിട്ട് അച്ഛൻ നോക്കും ഇവിടുത്തെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞപ്പോ എനിക്ക് സത്യം പറഞ്ഞാൽ വലിയ വിഷമം തോന്നി. അപ്പൊ ഇത്രയേ ഉള്ളൂ എന്നെ കുറിച്ചുള്ള ഇവരുടെയൊക്കെ ആ ഒരു അഭിപ്രായം എന്ന അറിവ് തന്നെ എന്റെ കണ്ണ് പതുക്കെ തുറപ്പിച്ചു തുടങ്ങി. പ്രിയമുള്ളവരെ, അപ്പൊ എന്തായാലും പോകുമെന്ന് ഞാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ 2014 സെഹിയോനിൽ ധ്യാനത്തിന് ചെന്നു. നേരത്തെ പറയാൻ കാരണം ഈ ഉറക്കമാണ് പ്രശ്നമായി. അപ്പൊ അങ്ങനെ തിങ്കളാഴ്ച രാവിലെ ഞായറാഴ്ച വൈകുന്നേരം ധ്യാനത്തിനെത്തി. അപ്പൊ ഇതുപോലെ കൈയടിക്കാനും പാടാനും പ്രാർത്ഥിക്കാനും ഒക്കെ ഒട്ടാഴ്ച ഞങ്ങൾ അച്ഛന്മാരെ കൊണ്ട് നിർബന്ധിപ്പിച്ചു. കുറെയൊക്കെ ഞങ്ങൾ ശ്രമിച്ചു. അപ്പൊ പലപ്പോഴും ഞങ്ങള് ചിലരൊക്കെ ഇതിന്റെ ഇടയിൽ കൈയടിക്കുന്നത് ഞാൻ കണ്ടു. ചിലർ കൈയടിക്കുന്നത് ഈ യന്ത്രപ്പാവകളെ പോലെ, യന്ത്രപ്പാവ ഇങ്ങനെ വൈകി ഇരുന്ന് വിട്ടുണ്ട് ഇങ്ങനെ ശബ്ദം ഇങ്ങനെ ഒരു ആക്ഷൻ എന്നതുപോലെ ഞങ്ങൾ പരമാവധി അച്ഛൻ പറയുമ്പോൾ കൈയ്യൊക്കെ അടിക്കാൻ ശ്രമിച്ചു. ചാടാൻ പറയും, ഡാൻസ് കളിക്കാൻ പറയും, അങ്ങനെയൊക്കെ പറഞ്ഞു. ആദ്യ ദിവസമൊന്നും അച്ഛനോട് ഞങ്ങൾ കീഴ്പ്പെട്ടില്ല. 2ാം ദിവസമൊക്കെ ആയപ്പോഴേക്കും കുറേശ്ശെ ഞങ്ങളൊക്കെ, കാരണം ഞങ്ങൾ 60ഓളം അച്ഛന്മാരുണ്ട്. അങ്ങനെ രാവിലെ ഒരു 11 മണി സമയം തിങ്കളാഴ്ച രാവിലെ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുക, വചന ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുക. ബഹുമാനപ്പെട്ട ഒട്ടാഴ്ചയും ബിനോയ്സിനും ചേർന്നാണ് ഈ ശുശ്രൂഷ നടന്നത്. ഒട്ടാഴ്ചയിൽ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു 60 അച്ഛന്മാരെ ഏകദേശം മധ്യഭാഗത്ത് ഞാൻ ഇരിക്കുന്നു. അങ്ങനെ ദൈവോദര ശുശ്രൂഷ നടക്കുമ്പോൾ പെട്ടെന്ന് എന്റെ പുറത്തൊരു അടി. ഞാൻ ചാടി എഴുന്നേറ്റു. ഞാൻ എഴുന്നേറ്റ് നിൽക്കുമ്പോ ചുറ്റും നിൽക്കുന്ന അച്ഛന്മാരെല്ലാം അല്ലെങ്കിൽ ചുറ്റുമുള്ളവരൊക്കെ ഇരിക്കുക, ഞാൻ മാത്രം എഴുന്നേറ്റ് നിൽക്കും. എനിക്ക് മനസ്സിലായി പണി പാടി, ഉറക്കത്തിൽ പെട്ടുപോയതിന്റെ പേരിലാണ് ഇത് സംഭവിച്ചത് എന്ന് എനിക്ക് മനസ്സിലായി. പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോ പുറകിൽ ഒരു അൽമായ സഹോദരൻ അച്ഛന്മാരല്ല. അപ്പൊ എനിക്ക് മനസ്സിലായി ഉറക്കം കണ്ട് പുറകിൽ നിന്ന് ഒരു അൽമായ സഹോദരൻ വന്ന് എന്നെ എഴുന്നേൽപ്പിച്ചതാണെന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് അച്ഛന്മാരുടെ മുമ്പിൽ വലിയ ജാള്യത അനുഭവപ്പെട്ടു, ലജ്ജ തോന്നി. എങ്കിലും അങ്ങനെ ഒരു അസ്വസ്ഥതയോടെ നിൽക്കുമ്പോൾ ഈ സഹോദരൻ എന്നെ അച്ഛാ വരാൻ പറഞ്ഞ് പുറകോട്ട് വിളിച്ചു. അപ്പൊ വിളിച്ചപ്പോ എനിക്ക് കൂടുതൽ പ്രശ്നമായി. എന്നാലും ഞാൻ പോരുമ്പോൾ ഇതുപോലെ ഞാൻ അവിടെ നിന്ന് വാങ്ങിയ ഒരു ബൈബിള്, അതുപോലെ എന്റെ കയ്യിലുള്ള ഡയറിയുള്ള അച്ഛൻ പറഞ്ഞാൽ ആ സഹോദരൻ പറഞ്ഞു അച്ഛൻ അത് 2 എടുത്തോളാം. അപ്പൊ ഞാൻ വിചാരിച്ചു സ്ഥലം മാറ്റി ഇരുത്താനായി. ഞാൻ കൂടെ പോയി. പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും സ്ഥലത്ത് ഇരുത്തുമെന്ന് വിചാരിച്ചു. ഇരുത്തിയില്ല. നേരെ പുറത്തേക്ക് അവിടെ പോകും. എനിക്ക് ഭയങ്കര സങ്കടമൊക്കെ അനുഭവപ്പെട്ടു. പക്ഷെ വാതിൽക്കൽ എത്തിക്കഴിഞ്ഞപ്പോ ഞാൻ കാണുന്നുണ്ട് വേറൊരു സഹോദരൻ ഇതുപോലെ പോയി വേറൊരു അച്ഛനെ പൊക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് പകുതി സമാധാനം. പിന്നെ ഏറ്റവും വലിയ സമാധാനം എന്താണെന്ന് വെച്ചാൽ തൃശ്ശൂർ രൂപതയിൽ നിന്ന് ഈ ധ്യാനത്തിൽ പങ്കെടുക്കുന്ന വേറെ ഒരു അച്ഛന്മാരും ഉണ്ടായിരുന്നില്ല. അതും എനിക്ക് വലിയ സമാധാനമാണ്. ഈ സംഭവങ്ങളൊന്നും ആരും അറിയില്ലല്ലോ. എന്തായാലും പുറത്തിറങ്ങിയപ്പോഴാണ് ഈ സഹോദരൻ പറഞ്ഞ അച്ഛൻ ഇത് കൗൺസിലിങ്ങിന്റെ സമയം, അതിനുവേണ്ടി വിളിച്ചതാണ്. അപ്പൊ എനിക്കത് ഉറപ്പായി ഉറങ്ങി വിളിച്ചതല്ല. അപ്പൊ എനിക്ക് തോന്നി ഞാൻ ഉറങ്ങിയിരുന്നില്ല എന്നൊക്കെ അപ്പോഴേക്കും തോന്നി. എന്തായാലും പുറത്തിറങ്ങിയിട്ട് ആ കൽക്കുരിശിന്റെ നേരെ താഴെ 5-8 ചില്ലുകൂടുകളുണ്ട്. നിങ്ങൾ സെക്യൂരിറ്റി പോയിട്ടുള്ളവർക്കറിയാം. അതിലൊരു കൂടിന്റെ മുന്നിൽ കൊണ്ടുപോയി എന്നെ നിർത്തി. ഒരു പച്ചക്കൂട് അതിന്റെ മുന്നിൽ നിർത്തിയിട്ട് പറഞ്ഞ അച്ഛാ ഇവിടെ നിന്നോ, സിസ്റ്റർ ഇപ്പോ വരൂ. അപ്പൊ വീണ്ടും ഭാരമായി. ഏത് സിസ്റ്റർ? ഇവിടെ അച്ഛന്മാരൊന്നുമില്ലേ? അച്ഛന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സിസ്റ്റർമാരാണോ എന്നൊക്കെ ചോദിക്കണമെന്നുണ്ട്. പക്ഷെ നമ്മുടെ ഇഷ്ടത്തിന് പോയ ധ്യാനമാണ്. നമ്മൾ ഓപ്റ്റ് ചെയ്തല്ലോ. അവർ പറഞ്ഞത് സ്വീകരിച്ചു പോയതാണ്. മിണ്ടാൻ പാടില്ല, എന്നത് സഹിക്കേ ഉള്ളൂ. അപ്പൊ അങ്ങനെ നിൽക്കുകയാണ്. ഇപ്പൊ സിസ്റ്റർ പോരുണ്ടോ എന്ന് വിചാരിച്ച് എന്തെങ്കിലും ഒരു പ്രായമായ സിസ്റ്റർ വന്ന് പ്രാർത്ഥിക്കും എന്ന് വിചാരിച്ചിരിക്കില്ല. ഒരു കുഞ്ഞു കന്യാസ്ത്രീ, ഹോളി ഫാമിലി സിസ്റ്റർ, ഒരുപാട് പ്രായമുണ്ട്. ഇന്ന് ഞാൻ ആരോടോ ഇതിനെ കുറിച്ച് പറഞ്ഞു, ഒരു ഹോളി ഫാമിലി സിസ്റ്ററോട്. അപ്പൊ ഞാൻ ഒരു പ്രായം കുറഞ്ഞ എന്നേലൊക്കെ ഒരുപാട് നാടോട് കൊച്ചു കന്യാസ്ത്രീയുടെ അടുത്തേക്ക് നടന്നു വരുന്നു. എന്നോട് പറഞ്ഞു അച്ഛാ കയറിയിരിക്കും, നമുക്ക് പ്രാർത്ഥിക്കാം ഒരു കൂടാരത്തിന്റെ ഉള്ളിൽ. ഞാൻ വളരെ അനുസരണത്തോടെ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിരുന്നു. സിസ്റ്റർ എഴുന്നേറ്റ് നിന്നു. അതുപോലെ അച്ഛാ നമുക്ക് പ്രാർത്ഥിക്കാം, പരിശുദ്ധാത്മാവ് പറയട്ടെ, പങ്കുവയ്ക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ ഞാൻ കണ്ണടച്ച് ഈ ദൈവവചനവും ഡയറിയൊക്കെ പിടിച്ചിരിക്കുന്നു. ഈ സിസ്റ്റർ ഇങ്ങനെ സ്തുതിച്ച് പ്രാർത്ഥിച്ചു തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് പറഞ്ഞു
അച്ഛാ, പരിശുദ്ധാത്മാവ് ഒരു അപകടം കാണിക്കുന്നുണ്ടല്ലോ അച്ഛൻ. അപകടത്തില് അച്ഛാ ദൈവം അത്ഭുതകരമായി രക്ഷപ്പെടുത്തുന്നതായിട്ട് കുടുംബത്തോടെ ഒരു അനുഭവമാണ് അച്ഛൻ. ഒരു മനസ്സിലേക്ക് പെട്ടെന്ന് ഒരു സ്ക്രീൻ പോലെ ഈ സംഭവങ്ങൾ തെളിഞ്ഞു വരിക. പറഞ്ഞത് സത്യമാണ്. നടന്നത് 30 വർഷം മുൻപാണ്. മൈനർ സെമിനാരിയിൽ 1ാം വർഷം പഠിച്ച് വെക്കേഷന് വേണ്ടി ആദ്യം ഓഗസ്റ്റ് മാസത്തെ, ജൂണിൽ സെമിനാരി ചേർന്നു, ഓഗസ്റ്റ് മാസം വീട്ടിൽ ചെന്നതാണ്. അപ്പച്ചൻ പറഞ്ഞു, തറവാട്ടില് ഒരു വിവാഹമുണ്ട്, 6 മക്കളുണ്ട് ഞങ്ങള്, 4ാമത്തെ ആളാണ് ഞാൻ. എൻ്റെ ഒറിജിനൽ വീട് കോട്ടയം ജില്ല പാലാരൂപത ഇലഞ്ഞി എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. പാലക്കാട് മെത്രാൻ, ഇപ്പോഴത്തെ മെത്രാനും ഞങ്ങളും അയൽക്കാരാണ്, ലോകക്കാരാണ്. അപ്പൊ അവിടെയാണ് സ്ഥലം. അപ്പച്ചൻ പറഞ്ഞു, തറവാട്ടിൽ അപ്പച്ചൻ്റെ ജ്യേഷ്ഠത്തെ പോകണം, അതിൻ്റെ വിവാഹമാണ്, നമ്മൾ ഒരുമിച്ച് അങ്ങ് പോവുകയാണ്. റോയിലെ വെക്കേഷൻ അനുസരിച്ചാണ് ഇതൊക്കെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ 4 പേര് ഇപ്പൊ ട്രെയിനിൽ പോകും. ബാക്കി ഉള്ളവരെന്നേക്കാൾ മുതിർന്നവരാണ്. അവരെല്ലാവരും ബസ്സിൽ പിന്നീട് വീട്ടിലേക്ക് വരും. അങ്ങനെയാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് തൃശ്ശൂർക്ക് പോയി. തൃശ്ശൂരിൽ നിന്ന് ട്രെയിനിൽ കയറി ആദ്യമായിട്ട് ജീവിതത്തിൽ ട്രെയിൻ കയറുന്നതാണ്. ഞാൻ എൻ്റെ അനുജത്തി, അനുജൻ, പിന്നെ അപ്പച്ചൻ, അമ്മച്ചി, അത്രയും പേരാണ് ഈ യാത്രയിലുള്ളത്. അങ്ങനെ ഞങ്ങൾ എറണാകുളത്തോടൊക്കെ എത്തി. അപ്പച്ചൻ പറഞ്ഞു, നമുക്ക് ഇറങ്ങേണ്ട റെയിൽവേ സ്റ്റേഷൻ പിറവ റോഡ് റെയിൽവേ സ്റ്റേഷനാണ്. തൃപ്പൂണിത്തറയ്ക്ക് ശേഷം അവിടെ ഇറങ്ങി അവിടെ നിന്ന് ബസ്സിലാണ് പിന്നെ പോകേണ്ടത്. അതുകൊണ്ട് അവിടെ എത്തുമ്പോഴേക്കും നിങ്ങൾ വേഗം ഇറങ്ങണം, കാരണം ആളുകൾ തിരക്കുണ്ടാവും, അകത്തേക്ക് കയറുന്നവരുടെ തിരക്കൊക്കെ കാണും. അതുകൊണ്ട് സൂക്ഷിച്ചു വേഗം ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ ഇങ്ങനെ പ്രബോധിപ്പിച്ചു. ഞങ്ങൾ 3 പേര്, അമ്മച്ചി, ഇതുപോലെ ഈ ഇറങ്ങാൻ പാകത്തിന് നമ്മുടെ ട്രെയിനിന്റെ വാതിൽക്കലേക്ക് അടുത്ത് നിൽക്കുന്ന സമയം പെട്ടെന്ന് ട്രെയിൻ നിൽക്കുന്നു. ഞങ്ങൾ വേഗം ഓടി ഇറങ്ങുന്നു. നല്ല തിരക്കുള്ള ദിവസമാണ്. ആളുകൾ ഇടിച്ചു കയറുന്നു. അപ്പച്ചന്റെ കയ്യിൽ ഒരു ലഗേജ് ഉണ്ട്. ഈ ലഗേജ് ഉള്ളത് കൊണ്ട് തന്നെ അപ്പച്ചൻ ഇറങ്ങാൻ ശ്രമിക്കുമ്പോൾ ഈ ആളുകൾ ഇടിച്ചു കയറുന്നതുകൊണ്ട് ലഗേജിലേക്ക് പ്രസ്സിങ് വന്ന ആൾ പുറകോട്ട് പോകും. സംഭവിച്ചത് ഇങ്ങനെ, ഞങ്ങൾ 3 ഇറങ്ങി. ഞങ്ങൾ 4 അപ്പച്ചൻ ഇറങ്ങാൻ പറ്റിയിട്ടില്ല. ബാക്കി ഞങ്ങൾ മക്കൾ 3 പേര്, അമ്മച്ചി ഇറങ്ങി. അപ്പൊ അങ്ങനെ നിൽക്കുന്നു. ട്രെയിൻ ചൂളം പിടിച്ചു. പതുക്കെ ട്രെയിൻ നീങ്ങി തുടങ്ങി. ഞാൻ 16 വയസ്സ് പ്രായം, 10ാം ക്ലാസ് കഴിഞ്ഞു. എൻ്റെ അനുജത്തി എനിക്ക് 2 വയസ്സ് താഴെ, അനുജൻ വീണ്ടും 2 വയസ്സ് താഴെ. ഞങ്ങൾക്ക് ഈ സ്ഥലമോ യാത്രയോ ഒന്നും നിശ്ചയമുള്ളൊരു കാലമോ സമയമൊന്നുമല്ല. ട്രെയിൻ പോയപ്പോൾ തൊട്ട് ഞങ്ങൾ വാങ്ങിട്ട് നിലവിളിച്ചു തുടങ്ങി. ഞാൻ പിടിച്ചു നിന്നു. ഈ സഹോദരങ്ങളൊക്കെ ഏകദേശം അസ്വസ്ഥതയായി. പതുക്കെ സ്പീഡ് കൂടി തുടങ്ങി. ഞാൻ അപ്പച്ചൻ നിന്ന ആ ബോഗിയുടെ ഡോറിന്റെ കൈവച്ച് ഇങ്ങനെ പോകുന്ന ട്രെയിനിലൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ സംഭവിച്ചത്, ട്രെയിൻ നല്ല സ്പീഡായി എൻ്റെ കയ്യിൽ നിന്ന് ഓടി പോയി. പിന്നെ നല്ല അകലേക്കായി, നല്ല സ്പീഡായി. പിന്നെ നോക്കുമ്പോൾ ഞാൻ കുറെ ഓടി നോക്കി, എനിക്ക് എത്താൻ പറ്റുന്നില്ല. പിന്നെ ഞാൻ നോക്കുമ്പോൾ അപ്പച്ചൻ ഇങ്ങനെ ആളുകൾ അകത്തേക്ക് മാറി കഴിഞ്ഞു. തോളിലെ ലഗേജ് പിടിച്ച് പ്ലാറ്റ്ഫോമിലേക്ക് ചാടാൻ റെഡിയായിട്ട് നിൽക്കുന്നതായിട്ട് ഞങ്ങൾക്ക് കാണാം. ഇന്നത്തെ നിമിഷത്തിൽ സംഭവിക്കുന്നത്, അപ്പച്ചൻ എടുത്ത് ചാടുന്നു. തോളിൽ നിന്ന് ലഗേജ് പ്ലാറ്റ്ഫോമിലേക്ക് തെറിച്ചു വീണു. അപ്പച്ചൻ ട്രെയിനിന്റെ ഇടയിലേക്ക് വീണു. പിന്നെ ഞങ്ങളെല്ലാം വാവിട്ട് നിലവിളിച്ചു. മച്ചി സഹോദരങ്ങൾക്ക് ബോധം വിട്ടു വീണു. ഞാൻ ഈ കണ്ട ഭാഗം ഏകദേശം നോക്കി ഓടിയിട്ട് കരഞ്ഞുകൊണ്ട് ഓടുകയാണ്. പിന്നെ സംഭവിക്കുന്നത് എങ്ങനെയാണ്? ഞാൻ നോക്കുമ്പോൾ എനിക്കൊരു കൈ കാണും. ഒരുപാട് അകലെ പ്ലാറ്റ്ഫോമിൽ ഒരു കൈ കാണും. ഈ കൈയിൽ ചെന്ന് ഞാൻ ശക്തമായി പിടിച്ച് വലിച്ച ഒരു ഓർമ്മ എനിക്കുണ്ട്. പ്രിയമുള്ളവരെ, ഈ സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ ആരോ അതിന്റെ അപായ ചിഹ്നം പിടിച്ച് വലിച്ചിരുന്നു. ട്രെയിൻ കുറെ അകലെ നീങ്ങി, ട്രെയിൻ നിർത്തി. കുറെ അകലേക്ക് പോയതിനു ശേഷം ആളുകൾ ഇങ്ങനെ ട്രാക്കിലൂടെ നടന്നു വരികയാണ്. ട്രാക്കിലൂടെ നടന്നു വരുമ്പോൾ അവരിങ്ങനെ പറയുന്നുണ്ട്, ചെരുപ്പ് ട്രാക്കിക്കകത്തോട് ഓടി കാണാനില്ല. പ്രിയമുള്ളവരെ, ഈ സമയത്ത് ശരീരത്തിന് ഒരു പുറമൊരു പോലും കേൾക്കാതെ അപ്പച്ചനെ കൂടെ ശരീരത്തിനൊരു ഫോറൽ പോലും വെച്ചിട്ടില്ല. ധരിച്ചിരുന്ന 2 ചെരുപ്പ് ഈ പ്ലാറ്റ്ഫോമിൽ ട്രാക്കിൽ പോയി എന്നല്ലാതെ
വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല. എന്താണ് സംഭവിച്ചതെന്ന് ഇന്ന് ഞങ്ങൾക്കറിയില്ല. എങ്ങനെയാണ് ഇത് സംഭവിച്ചത്? ഞാൻ 16 വയസ്സ്, 85 കിലോ മുകളിൽ പ്രായവും ഭാരവും 45 വയസ്സ് പ്രായവും ഒക്കെയുള്ള ഒരു മനുഷ്യൻ ഒരു കാരണവശാലും ഇതിന്റെ ഇടയിൽ നിന്ന് ശരീരം കട്ടാകാതെ കയറി പോരാൻ സാധ്യതയില്ല എന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ ഇതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. എന്തെങ്കിലും നടന്നു പോകുന്ന മനുഷ്യർ അത് കറക്റ്റ് ചെരുപ്പ് ടാക്കി കിടത്തുണ്ട്, ബോഡി കാണാനില്ല. അപ്പച്ചൻ വന്ന് എന്നെ വിളിച്ചു, അല്ലെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് നമുക്ക് പോകാമെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു. ഞങ്ങൾ തിരിച്ചു നടക്കുക. അമ്മച്ചി ബോധം കെട്ട് കിടക്കുന്ന അല്ലെങ്കിൽ അത്ര തളർന്നു കിടക്കുന്ന സ്ഥലത്തേക്ക് ഞാൻ എത്തി. തട്ടി വിളിച്ചു, എഴുന്നേറ്റു. അമ്മച്ചി ഇങ്ങനെ തട്ടി നോക്കിയത് ഉറപ്പാണോ, സത്യമാണോ, അതല്ലെങ്കിൽ സ്വപ്നമാണോ എന്നറിയാതെ ദൈവമുള്ളവരെ ഞങ്ങൾ എല്ലാവരും എഴുന്നേറ്റു. ആർക്ക് സംസാരിക്കാൻ പറ്റില്ല. ഞങ്ങളുടെ ശരീരം ഈയാമ്പാറ്റ വരയ്ക്കുന്ന പോലെ വിറച്ച് നിൽക്കുക. നടന്ന് ട്രാൻസ്പോർട്ട് അവിടെയുള്ള സ്റ്റാൻഡിലേക്ക് വണ്ടി എത്തുന്നു. പോകുന്ന വഴി രണ്ട് ചെരുപ്പൊക്കെ മേടിച്ച് അപ്പച്ചനിട്ടു. അങ്ങനെ തറവാട്ടിലേക്ക് ഞങ്ങൾ എത്തുകയാണ്. ഇതിനെക്കുറിച്ച് ഒന്നും സംസാരിക്കാൻ ഞങ്ങൾക്ക് ആർക്കും പറ്റുന്നില്ല. അങ്ങനെ വലിയ വിറയലോടെ വീട്ടിലെത്തുന്നു. വൈകുന്നേരമായ സമയം ഞങ്ങളെക്കാൾ മുതിർന്ന സഹോദരങ്ങളൊക്കെ ബസ്സിൽ അവിടേക്ക് എത്തിയിട്ടുണ്ട്. പിറ്റേ ദിവസം രാവിലെ 11 മണിയോട് ചേർന്നാണ് വിവാഹം ദേവാലയത്തിൽ നടക്കുന്നത്. വിവാഹം പിറ്റേ ദിവസത്തെ ചടങ്ങ് കഴിഞ്ഞു. ഉച്ചത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞു. വൈകുന്നേരം എല്ലാവരും വീട്ടിൽ ഒരുമിച്ചു. കൊച്ചിന്റെ അപ്പനും അമ്മയൊക്കെ ജീവിച്ചിരിക്കുന്ന കാലം എല്ലാവരും കൂടി തറവാട്ടിയിരിക്കുന്ന സമയം കൊച്ചിന് 6 മക്കളെയും ഒരുമിച്ച് വിളിച്ചു. എന്നിട്ടിങ്ങനെ പറഞ്ഞു, മക്കളെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞങ്ങൾ ഇന്നലെ തൃശ്ശൂരിൽ നിന്ന് വരുമ്പോൾ പിറവറോഡ് സ്റ്റേഷൻ വെച്ച് ഞാൻ ട്രെയിനിന്റെ ഇടയിൽ പോയി എന്ന് പറയുകയും ഞങ്ങൾ 4 പേര് ഓടിയിട്ട് കരഞ്ഞുകൊണ്ട് പിന്നെ അല്പസമയമൊക്കെ എടുത്ത് ഇങ്ങനെ പറഞ്ഞു, മക്കളെ എല്ലാം കയ്യിൽ പോയി എന്ന് ഉറച്ചു വിശ്വസിച്ചത്, തീർന്നു എന്ന് വിചാരിച്ചത്. അപ്പോൾ ആരോ എന്നെ അതിന്റെ അടിയിൽ നിന്ന് എടുത്ത് ഉയർത്തി പ്ലാറ്റ്ഫോമിലേക്ക് എന്നെ ചേർത്ത് വെച്ചു എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് വേണ്ടി ദൈവം എന്നെ സംരക്ഷിച്ചു എന്നൊക്കെ പറഞ്ഞവരെ അപ്പച്ചനും വെച്ചും ഇപ്പോൾ വിമാനങ്ങളെത്താൻ ഇന്ന് രാവിലെയും അവര് അപ്പച്ചന്റെ ആക്റ്റീവയിൽ ഒന്നിച്ച് ഒരുമിച്ച് പോയിട്ടുണ്ട്. ദൈവമുള്ളവരെ കാലങ്ങൾ ഒരുപാട് കഴിയും. ട്രെയിനൊക്കെ ഞങ്ങൾക്ക് ഭയമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കോട്ടയം സെമിനാരിലേക്ക് എനിക്ക് പ്രമോഷൻ കിട്ടി. ട്രെയിൻ യാത്ര മാത്രമായി അങ്ങനെ പോയി. ഇത്രത്തോളം പിന്നെ ട്രെയിനിൽ മാത്രമായി ഏറ്റവും ഭയപ്പെട്ടത്. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് 2018 ഞാൻ ധ്യാനത്തിന് വേണ്ടി സെക്യൂരിറ്റി സിസ്റ്ററിനോട് പങ്കുവെച്ചു തന്ന സംഭവം കണ്ടു. ആദ്യം കാണിച്ചു തന്നത് ഇതാ. ഞാൻ അവിടെ ഓടിയിട്ട് കാര്യം സത്യം പറഞ്ഞ അതുവരെയുള്ള എൻ്റെ എല്ലാ ബലവും, എൻ്റെ എല്ലാ കരുത്തും, എൻ്റെ എല്ലാ അഹങ്കാരവും, എൻ്റെ എല്ലാ ഉറപ്പും ഒരു നിമിഷം കൊണ്ട് ചോർന്നു പോയി. ഞാൻ ഓടിയിട്ട് കരയാം. ഇത് മാത്രമല്ല, ഓരോരോ സംഭവങ്ങളും വിശുദ്ധാത്മാവ് ഞാൻ സിസ്റ്ററിലേക്കല്ല, സിസ്റ്ററൊന്നും തിരിച്ചറിയുന്ന പോലുമില്ല. പക്ഷെ എനിക്കെല്ലാം വ്യക്തമായിട്ട് ഒരു സ്ക്രീൻ പോലെ കാണുകയാണ്. അങ്ങനെ ഒരു സംഭവം. ചില സംഭവങ്ങൾ വലിയ അത്ഭുതങ്ങളാണ്, ചിലത് വലിയ അനുഗ്രഹങ്ങളാണ്, ചിലത് നമ്മുടെ ജീവിതത്തിന്റെ പോരായ്മകളാണ്. ഒരു മനുഷ്യൻ പോലും അറിഞ്ഞിട്ടില്ല എന്ന് ചിന്തിക്കുന്ന ചില മേഖല വരെ വ്യക്തതയോടെ പരിശുദ്ധാത്മാവ് എടുത്ത് തിരിച്ചു കാണിച്ചു. ദൈവമുള്ളവരെ, ഞാൻ ഓടിയിട്ട് കരഞ്ഞപ്പോൾ സിസ്റ്ററിനോട് പറഞ്ഞു, അച്ഛാ, ഇത്ര ശ്രദ്ധിക്കേണ്ടിയിരുന്നു. ആളുകളിലെ ധ്യാനത്തിന് കുരിശിന്റെ വഴിയൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. അച്ഛന്മാരുടെ ജ്ഞാനം നടത്തുന്നതിന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ശബ്ദത്തിൽ കരയുന്നതൊക്കെ എന്നോട് എനിക്ക് പറ്റുമായിരുന്നില്ല. അതിന് കാരണം ഇതാ, പ്രിയമുള്ളവരെ, കാലിന്റെ അടിയിൽ നിന്ന് മണ്ണ് ഒലിച്ചു പോവുക എന്ന് നമ്മൾ സാധാരണ ഭാഷയിൽ എന്നതുപോലെ ജീവിതത്തിന്റെ സകല കണക്കും കർത്താവിനെ തിരിച്ചു കാണിച്ചു. ഈ പരിശുദ്ധാത്മ സാന്നിധ്യത്തിൽ ആ സഹോദരിയുടെ അഗ്രഹത്തിലൂടെ എന്നെ തിരിച്ചു കാണിച്ചപ്പോ എനിക്ക് നമ്മൾ ഈ ദൈവവചനത്തിൽ പറയുന്ന പോലെ ഗലാത്യ 6:7 പറയുന്നുണ്ട്, നിങ്ങൾക്ക് വ്യാമോഹം വേണ്ട, ദൈവത്തെ കബളിപ്പിക്കാനാവില്ല. നിങ്ങൾക്ക് വ്യാമോഹം വേണ്ട, ദൈവത്തെ കബളിപ്പിക്കാനാവില്ല. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും.
എന്നോട് പറഞ്ഞു വന്നതാ. ജഡത്തിനായി വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്തെടുക്കും, ആത്മാവിനായി വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവൻ കൊയ്തെടുക്കും. ജീവിതത്തിൽ ഒരു ലക്ഷ്യമുള്ളൂ, നിത്യജീവനിലേക്കാണ് യാത്ര. അത് കൊയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ അധ്വാനമൊക്കെ വെറുതെയാണ്. അതാ മത്തായി 16:26 ഈശോ എഴുതി വെച്ച, ലോകം മുഴുവൻ നേടിയാലും ആത്മാവ് നഷ്ടപ്പെട്ടാൽ നിനക്ക് എന്ത് ഫലം? ആത്മാവിന് പകരമായി തീർത്ത് കൊടുക്കും. പ്രിയമുള്ളവരെ, അങ്ങനെ അന്ന് ഈ ധ്യാനം കഴിഞ്ഞ് ഞാൻ ആ മലയിൽ നിന്ന് 5 ദിവസം കഴിഞ്ഞിറങ്ങി. ആ സമയത്ത് എൻ്റെ ഉള്ളിൽ ഒരു വിറയൽ ബാധിച്ചു. ഒരു വിറയൽ ബാധിച്ചത് ഇങ്ങനെയാണ്. ഞാൻ ആ കരയുമ്പോ അല്ലെങ്കിൽ ഞാൻ വാവിട്ട് നിലവിളിച്ച സമയത്ത് എൻ്റെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവ് ഒരു സാന്നിധ്യം പോലെ ഞാൻ ഇങ്ങനെ വലിയ ശബ്ദത്തോടെ കരയുമ്പോഴാണ് ആ സിസ്റ്റർ എന്നോട് പറഞ്ഞത്, അച്ഛൻ ഭാരപ്പെടേണ്ട അച്ഛ, പരിശുദ്ധാത്മാവ് അച്ഛനൊരു വചനം തരുന്നുണ്ട്. എന്നിട്ട് എന്നോട് പറഞ്ഞു, എസെക്കിയേൽ 36 അതിന്റെ 25, 26, 27 വചനങ്ങൾ ഈശോ അച്ഛന് വേണ്ടി തരിക. എന്നിട്ട് എനിക്ക് വേണ്ടി അസിസ്റ്റ് വായിച്ചു. ഞാൻ നിന്റെ മേൽ ശുദ്ധജലം തളിക്കും. വായിച്ചു, ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തളിക്കും, നിങ്ങളുടെ എല്ലാ മാലിന്യങ്ങളിൽ നിന്നും നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടും, സകല എല്ലാ മാലിന്യങ്ങളിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെടും, സകല വിഗ്രഹങ്ങളിൽ നിന്ന് ഞാൻ നിർമ്മലനാക്കും, ഒരു പുതിയ ഹൃദയം ഞാൻ തരും, ചൈതന്യം നിന്നിൽ നിക്ഷേപിക്കും. പുതിയ ചൈതന്യം, വിശുദ്ധാത്മ സാന്നിധ്യം നിന്റെ ഹൃദയത്തിൽ നിക്ഷേപിക്കും. ശിലാഹൃദയം മാറ്റി മാംസഹൃദയം സ്ഥാപിക്കും. എന്റെ ആത്മാവിനെ നിന്നിൽ നിവേശിപ്പിക്കും. കൽപ്പന കാക്കുന്നതിലും പാലിക്കുന്നതിലും ശ്രദ്ധയുള്ളവനാക്കി മാറ്റുന്നതിലും സ്തുതിച്ച് ഹല്ലേലൂയ. ആനന്ദവാദിയുമായി ശോധന 15:14 പറഞ്ഞു, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ കൽപ്പനകൾ പാലിക്കും. അപ്പൊ സ്ത്രീകന്മാരൊക്കെ ശരിക്കും അതിശയിച്ചു. അല്ലെങ്കിൽ ഇതൊക്കെ എങ്ങനെ സംഭവിക്കും? ഞാൻ ധ്യാനം കഴിഞ്ഞ് പോരുമ്പോ എന്റെ ഉള്ളിൽ ഞാനൊരു തീരുമാനമില്ല, ഇനി ഇങ്ങനെ പോയാൽ പോരാ. എന്ത് വില കൊടുക്കേണ്ടി വന്നാലും കടന്നുപോയ ജീവിതശൈലിയിൽ എനിക്കുള്ള ഒരു ചെറിയ മേഖല, ഒരു സെക്യൂരിറ്റി അല്ലെങ്കിൽ ഒരു സേഫ്റ്റി, അല്ലെങ്കിൽ എനിക്കുള്ള ഒരു തൃശ്ശൂരിന്റെ വൈദികരുടെ ഇടയിലൊക്കെ ഒരു സ്ഥാനമുണ്ട് ഈ മേഖലയുമായി ബന്ധപ്പെട്ട്. പ്രത്യേകിച്ച് മാധ്യമ മേഖല, ആരും പഠിക്കാത്ത വിഷയം, വ്യത്യസ്തതയുള്ള മേഖല, പിടിച്ചു നിൽക്കാനുള്ള ഒത്തിരി പ്രലോഭനത്തിന്റെ സാധ്യതകളൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ വലിയൊരു തീരുമാനത്തോടെ നടന്നുകൊടുത്തില്ല. ഇനി കർത്താവിന്റെ വചനത്തിന് വേണ്ടി മാത്രമേ ഉള്ളൂ. പ്രിയമുള്ളവരെ, അങ്ങനെ അന്ന് ഞാൻ അവിടെ നിന്ന് വാങ്ങിയ വചനവുമായി വന്ന് പാഴായിപ്പള്ളി സെന്റ് സെബാസ്റ്റ്യൻ പുതുക്കാട് പള്ളിയിൽ ഞാൻ വികാരിയായിട്ടിരിക്കുമ്പോഴാണ് 2018 ധ്യാനത്തിന് പോയി. ഞാൻ ഈ ഓഫീസിലേക്ക് ധ്യാനം കഴിഞ്ഞെന്ന ദിവസം സജി എൻ്റെ മുഖത്ത് നോക്കി എന്നോട് ചോദിച്ചു, എങ്ങനെയുണ്ടായിരുന്നു ധ്യാനം? ഞാൻ പറഞ്ഞു, ധ്യാനം നന്നായിരുന്നു, നീയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും എന്തായാലും എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. പക്ഷെ ഓരോ ദിവസത്തിലും പിന്നിടുമ്പോ സജിക്ക് മനസ്സിലായിരുന്നു സംഭവിച്ചിട്ടുണ്ട്, അവൻ പ്രാർത്ഥിച്ചതെന്തോ എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഓഗസ്റ്റ് 15 ഞാൻ അവിടെ നിന്നൊക്കെ പിന്നീട് ജോലിയൊക്കെ റിസൈൻ ചെയ്ത്, അല്ലെങ്കിൽ ഈ കൊറോണ കാലമൊക്കെ വന്നപ്പോൾ മാറി. അത് കഴിഞ്ഞപ്പോഴേക്കും പിതാവ് ദൗത്യങ്ങൾ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് എന്നെ ഏൽപ്പിച്ചു. ഇത് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം കുറെ ക്യാമറ സന്നാഹമായിട്ട് ആവാധ്യാന കേന്ദ്രത്തിൽ ഫോൺ വിളിച്ചെന്നോട്, ഞങ്ങൾ ഈ വരുന്ന ഓഗസ്റ്റ് 15 മാതാവിനെ കുറിച്ച് പ്രോഗ്രാം ചെയ്യാൻ പോവാ. ഞാൻ പറഞ്ഞു, ചെയ്തു. അല്ല, അച്ഛൻ ഒരുപാട് പ്രോഗ്രാമുകളൊക്കെ ചെയ്ത ആളല്ലേ, ഈ പ്രോഗ്രാം ഞങ്ങൾ ചെയ്യുന്നത് അച്ഛനെ കുറിച്ചാണ്. ഞാൻ പറഞ്ഞു, അത് വേണ്ടല്ലോ. അല്ല, ഈ മാതാവ് തൊട്ട മനുഷ്യർ വൈദികർ, മാതാവ് തൊട്ട വൈദികർ, അവരെ കുറിച്ചാണ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു, തൃശ്ശൂർ രൂപതയിലെ ഒരുപാട് വൈദികർ, വലിയ ഭക്തരായിട്ടുള്ളവരും ഈ മേഖലയിൽ ഒത്തിരി ആത്മീയ വളർച്ച ഉള്ളവരൊക്കെ നീ അവരിൽ ആരെങ്കിലും പോയി പിടിക്കും. എനിക്ക് എന്തായാലും ഇപ്പൊ ഒരു പ്രചോദനം കിട്ടുന്നില്ല. അവൻ പറഞ്ഞു, ഞാൻ ഇത് കാര്യം ചെയ്യാം, ഞാനൊരു 4 ദിവസം കഴിഞ്ഞ് വീണ്ടും വിളിക്കാം, അച്ഛനൊന്ന് പ്രാർത്ഥിച്ചു. എന്നിട്ട് അച്ഛനൊരു പ്രചോദനം കിട്ടുന്നുണ്ടെങ്കിൽ ഞാനും പ്രാർത്ഥിക്കാം. ഇവർ 4 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും വിളിച്ചു.
അച്ഛാ, എനിക്ക് കിട്ടുന്ന പ്രചോദനം ഇവിടെ നിന്ന് തന്നെ. അപ്പൊ ഞാൻ പറഞ്ഞു, അത് അധികമായി പോകും, ഞാനൊരു സെൽഫ് ബൂസ്റ്റ് ചെയ്യുന്ന പോലെ ഇരിക്കുള്ളൂ എന്നൊക്കെ ഞാനിങ്ങനെ പറഞ്ഞു. പക്ഷെ അവൻ എന്നെ നിർബന്ധിച്ചു. ഞാൻ വിശ്വസിച്ചു അത് പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണമെന്ന്. പ്രിയമുള്ളവരെ, അങ്ങനെ എന്നെ കുറിച്ച് അതേ ടി.വി. പരിശുദ്ധ അമ്മ വിശുദ്ധീകരിച്ച വൈദികൻ എന്ന പേരിൽ ഒരു ഡോക്യുമെന്ററി, അത് ഒരുപാട് വയറൊക്കെ ആയി ഇങ്ങനെ ഒരു പലയിടത്തും നടന്നതൊക്കെ ഞാൻ പറഞ്ഞു വരുന്നത് ഒറ്റ പോയിന്റ്. പ്രിയമുള്ളവരെ, ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചാൽ, നമ്മൾ അവസരം കൊടുത്താൽ, പിന്നെ ആത്മാവ് നമ്മളെ മാറ്റിക്കൊള്ളും. അത് എത്ര വലിയ മേഖലകൾ അല്ലെങ്കിൽ എത്ര ആളില്ല എന്ന് കരുതുന്നതോ, എത്ര വലിയ വീഴ്ചയുടെ മേഖലയാണെന്നും നമ്മൾ കരുതുന്നതോ, എത്ര അസാധ്യമെന്ന് കരുതുന്നു. നിങ്ങളിപ്പോ നോക്കി, ഞാൻ നിങ്ങളോട് പങ്കുവെച്ച വചനങ്ങള് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഞാൻ ഇത് പ്രിപ്പയർ ചെയ്ത് വന്നിരിക്കുന്നതല്ല. കർത്താവ് എനിക്ക് ഉള്ളിൽ നിക്ഷേപിച്ച് എന്ന് പറഞ്ഞാല്, ഈ ധ്യാനം കഴിഞ്ഞ് പോരുമ്പോ ഞാൻ എൻ്റെ ഉള്ളിൽ ആഗ്രഹിച്ച ഒരേ ഒരു ആഗ്രഹം, എനിക്ക് വചനം കൊണ്ട് നിറഞ്ഞാൽ മതി കർത്താവ്, ബാക്കിയൊക്കെ നീ എടുത്തോളാം. അങ്ങനെ ഞാൻ വന്ന് പാഴായി പള്ളിയിൽ ഇരുന്ന് ദൈവവചനം 2-3 പ്രാവശ്യം ഞാൻ വായിച്ചു. 1.5 വർഷം എടുത്തു. അതിനുശേഷം ഞാൻ ഇങ്ങനെ വചനം ഡൊമിനിക്കച്ചൻ, പട്ടായിച്ചൻ, നാനിയലച്ചൻ ഇവരൊക്കെ ശുശ്രൂഷ ആരംഭിച്ചു. അല്ലെങ്കിൽ അവരുടെയൊക്കെ വരുമ്പോൾ ഞാൻ ഇരുന്ന് കേൾക്കുന്ന വചനമൊക്കെ എഴുതി എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കാനൊക്കെ ഞാൻ ശ്രമിക്കുമായിരുന്നു. പക്ഷെ എനിക്ക് മാത്രം ഇതൊന്നും കിട്ടുന്നില്ല. ഞാൻ ഒരുപാട് തവണ എഴുതും. അപ്പൊ എഴുതിയിട്ട് എന്താ ഇത് കിട്ടാത്തതെന്ന് എനിക്കറിയില്ല. അപ്പൊ ഞാനിങ്ങനെ ഒരു പ്രാവശ്യം 2019 ബഹുമാനപ്പെട്ട ഡൊമിനിക്കച്ചൻ്റെ അടുത്ത് ഒരു ധ്യാനത്തിൽ പോയപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു, എൻ്റെ അച്ഛൻ, നിങ്ങളൊക്കെ വളരെ ശുശ്രൂഷ നടത്തുന്നത്, ഞാൻ എൻ്റെ ജീവിതത്തെ പരിപൂർണമായി വിശുദ്ധീകരിച്ച് വലിയ ത്യാഗത്തോടെ എന്നെ നീങ്ങണം. പക്ഷെ എന്തുകൊണ്ടാണ് എനിക്ക് വചനം മാത്രം പ്രവേശിക്കുന്നില്ലല്ലോ? ബാക്കി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനൊക്കെ പറ്റും. പക്ഷെ ദൈവവചനങ്ങൾ ഞാൻ മനുഷ്യന് പറ്റാവുന്നതൊക്കെ ചെയ്തു. പ്രത്യേകിച്ച് ഞാൻ ഒരു ഉദാഹരണം അച്ഛനോട് പറഞ്ഞിരിക്കുകയാണ്. 2018 നമ്മുടെ പ്രളയം വന്ന് 2 മാസം ഡിവൈൻ ധ്യാനകേന്ദ്രം അടച്ചിട്ടു. എന്ന് വെച്ചാൽ 13 അടി ഉയരത്തിൽ വെള്ളം പൊങ്ങി. ഞങ്ങളുടെ കുടുംബശ്രീയൊക്കെ വെള്ളത്തിൽ അതിന്റെ എക്യുപ്മെന്റ്സ് ഒക്കെ മുങ്ങിപ്പോയി. അപ്പൊ 2 മാസം അടഞ്ഞു കിടന്നതുകൊണ്ട് എനിക്ക് 2 മാസം ജോലിയില്ല. ആ സമയത്ത് ഞാൻ ഈ പാഴായി പള്ളിയിൽ ഇരുന്ന് വചനം എഴുത്താരംഭിച്ചു. അതായത് ഞാൻ കേട്ടതും ഞാൻ വചന ശുശ്രൂഷയിലൂടെ എനിക്ക് ലഭിച്ചതുമായ വചനങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ പകർത്തി എഴുതി, ഒരുപാട് തവണ എഴുതി, അത് ഉള്ളിൽ പ്രവേശിക്കാൻ വേണ്ടി ബൈഹാർട്ട് ചെയ്യാനൊക്കെ ശ്രമിച്ചു. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞ് ഒന്ന് ആലോചിച്ച് 2 ദിവസം 3 ദിവസം കഴിയുമ്പോഴേക്കും ഒന്നും ഉണ്ടാവില്ല. നിങ്ങൾക്കും പലരും തലയാടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു അസ്വസ്ഥത എന്നെ വലിയ ഭാരപ്പെടുത്തി. ഞാനിങ്ങനെ ഡോമിനിക്കച്ചൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, എൻ്റെ അച്ഛൻ, ഞാൻ മനുഷ്യരെ പറ്റണതൊക്കെ ചെയ്തു. ഞാൻ യൂട്യൂബിൽ കയറി എങ്ങനെയാണ് ഹൗ ടു മെമ്മറൈസ് IASകാരൊക്കെ കാര്യങ്ങൾ എങ്ങനെയാണ് അതിന്റെ ഷോർട്ട് കട്ടുകളൊക്കെ അവർ പറഞ്ഞ് തരുന്ന ഒരു ടെക്നിക്ക് ഞാൻ ഉപയോഗിച്ചു. പാഴായി പള്ളിയിൽ ഞങ്ങളുടെ ക്രിസ്തുവിന്റെ അച്ഛന്മാരുടെ മുറിയുടെ അതിന്റെ ഫ്രണ്ടിൽ ഞാൻ ഒരു വൈറ്റ് ബോർഡ് വാങ്ങി. എന്നിട്ട് അതിൽ ഈ സ്റ്റിക്കർ രൂപത്തിൽ വചനമൊക്കെ എഴുതി ഞാൻ ഒട്ടിച്ചു. അവർ പറഞ്ഞത് അങ്ങനെ എപ്പോഴും കാണാവുന്ന പ്രതലത്തിൽ ഇങ്ങനെ ഒട്ടിച്ചു വെച്ച് വായിച്ചുകൊണ്ടിരുന്നാൽ ചില കാര്യങ്ങൾ മെമ്മറൈസ് ചെയ്യാമെന്ന് പറഞ്ഞു. ഞാനത് വിശ്വസിച്ചു. അത് പ്രകാരം ചെയ്തു. ഞാൻ നോക്കിയിട്ട് ഒന്നും സംഭവിച്ചു. അപ്പൊ ഈ ഡൊമിനിക്കച്ചനോട് ഈ സങ്കടമെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അച്ഛന്മാരെ പോകുമ്പോൾ അച്ഛനെ പ്രൈവറ്റ് മുറി കൊണ്ടുപോകാറുണ്ട് ഞങ്ങൾ. എന്നിട്ട് ചെറിയായിട്ട് ഞങ്ങൾ അത്യാവശ്യ കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യും. അപ്പൊ ഈ അച്ഛൻ എന്നോട് അച്ഛൻ എന്നോട് പറഞ്ഞു, എന്റെ ഉപയോഗിച്ച ഇതൊന്നും മനുഷ്യന്റെ പ്രവൃത്തിയല്ല, പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയച്ച. ദൈവവചനം ഉള്ളിൽ പ്രവേശിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് ഇടപെടണം. അതിനച്ഛൻ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾക്കറിയണോ ആ ഒരു കാര്യം? അതിന് നല്ല വില കൊടുക്കണം. അച്ഛൻ പറഞ്ഞത് എങ്ങനെയാ? അതിന് നല്ല വില കൊടുക്കണം. ഒന്നും മനസ്സിലായിട്ടില്ല. അത് തന്നെ എനിക്ക് സംഭവിച്ചു. ഒന്നും മനസ്സിലായില്ല. നല്ല വില കൊടുക്കണമെന്ന് പറഞ്ഞു വിട്ടു. പിന്നെ ഞാൻ വലിയ അന്വേഷിച്ച് നടന്നു. കുറേശ്ശെ പരിശുദ്ധാത്മാവ് വില വെളിപ്പെടുത്തി. നിനക്ക് ഈ ജീവിതത്തിൽ നീ വില കൊടുത്തിരിക്കുന്ന മേഖലകളുണ്ടല്ലോ, സുവിശേഷത്തെ പ്രതി നഷ്ടപ്പെടുത്തണം. ഹല്ലേലൂയ. കൊലോസ്യ പറഞ്ഞില്ലേ, ഫിലിപ്പി 3:7-8 വചനം. ഫിലിപ്പി 3:7-8 വചനം.
ഇവയെല്ലാം ക്രിസ്തുവിനെ പ്രതി നഷ്ടമായി ഞാൻ കണക്കാക്കി. ഇവ മാത്രമല്ല, എന്റെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനം എനിക്ക് കൂടുതൽ വിലയുള്ളതാകയാൽ സർവ്വവും നഷ്ടപ്പെടുത്തുകയും പരിഗണിക്കുന്നു. അവനെ പ്രതി സകലതും നഷ്ടപ്പെടുത്തുകയും ഉച്ഛിഷ്ടം പോലെ കരുതുകയുമാണ്. ഹല്ലേലൂയ. 1 യോഹന്നാൻ 2:15. ഈ ലോകത്തെയോ ഈ ലോകത്തുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത്. ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ പിതാവിന്റെ സ്നേഹം അവരോടുകൂടി ഉണ്ടായിരിക്കില്ല. എന്തെന്നാൽ ജഡത്തിന്റെ ദുരാശ, കണ്ണുകളുടെ ദുരാശ, ജീവിതത്തിന്റെ അഹന്ത എന്നിങ്ങനെ ലോകത്തിലുള്ളതൊന്നും പിതാവിന്റേതല്ല. ലോകവും അതിന്റെ മോഹങ്ങൾ കടന്നുപോകും. ദൈവഹിതം നിറവേറ്റുന്നവൻ എന്നേക്കും ജീവിക്കും. ഹല്ലേലൂയ. എന്നുള്ളവരെ അതുകൊണ്ട് വില കൊടുത്തോളാൻ പറഞ്ഞു. ഏറ്റവും വിലയുള്ളതായി ഈ ജീവിതത്തിൽ നീ കരുതുന്ന മേഖല സുവിശേഷത്തെ പ്രതി നഷ്ടപ്പെടുത്തി തുടങ്ങുമ്പോൾ അത്ഭുതം സംഭവിക്കും. ഹല്ലേലൂയ. ഞാന് ജപമാല എടുത്തു, അതിരാവിലെ എഴുന്നേറ്റ് തുടങ്ങി, 2 സമ്പൂർണ്ണ ജപമാല ചൊല്ലിത്തുടങ്ങി, വചനം മാത്രം വായിച്ചു തുടങ്ങി. മ്യൂസിക് സംവിധാനങ്ങളൊക്കെ കാറിൽ നിന്ന് എടുത്തു മാറ്റി. പാരീസിൽ നിന്ന് പഠനം കഴിഞ്ഞ് വരുമ്പോ എനിക്ക് ഒരു വീട്ടിൽ മ്യൂസിക് കളക്ഷൻ ഉണ്ടായിരുന്നു. മൈക്കിൾ ജാക്സണും മഡോണയും ഒക്കെ ഉൾപ്പെടുന്ന മാധ്യമ മേഖലയിലെ പ്രഗത്ഭമായ അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം എടുത്തു വലിച്ചു ഓരോന്ന് നീങ്ങുന്നതനുസരിച്ച് പരിശുദ്ധാത്മാവ് നമ്മുടെ മേഖലകളിൽ, ജീവിതത്തിന്റെ മേഖലകളിലൊക്കെ കുറേശ്ശെ പ്രിയമുള്ളവരെ തമ്പുരാൻ പ്രവർത്തിക്കുന്നത് അങ്ങനെയാണ്. ലോകത്തോടുള്ള മൈത്രി, ദൈവത്തോടുള്ള ശത്രുത. യാക്കോബ് 4:4. വിശ്വസ്തത പുലർത്താത്തവരെ, ലോകത്തോടുള്ള മൈത്രി, ദൈവത്തോടുള്ള ശത്രുത. തന്നെ ലോകത്തിന്റെ മിത്രമാക്കുന്നവൻ ദൈവത്തിന്റെ ശത്രു. ഹല്ലേലൂയ. അതുകൊണ്ട് ആരെല്ലാം ദൈവത്തിൻ്റെതാകാൻ ആഗ്രഹിക്കുന്നു അവരെല്ലാം ലോകത്തിൽ നിന്ന് മാലിന്യങ്ങളിൽ അകലം പാലിക്കണം. യാക്കോബ് 4:7. ദൈവത്തിന് വിധേയരാകും. പിശാചിനെ ചെറുത്തു നിൽക്കും. അപ്പോൾ അകന്നു ഓടിക്കൊള്ളും. ഹല്ലേലൂയ. 1 യോഹന്നാൻ 5:18-19 മുതൽ. 1 യോഹന്നാൻ 5:18-19 വചനം. ദൈവത്തിൽ നിന്നും ജനിച്ച ഒരുവനും പാപം ചെയ്യുന്നില്ല. ദൈവപുത്രൻ അവനെ സംരക്ഷിക്കുന്നു എന്ന് നാം അറിയുന്നു. ദുഷ്ടൻ അവനെ തൊടുകയില്ല. ആത്മീയ ചൈതന്യം, ദൈവ സാന്നിധ്യം നിറയുന്നതനുസരിച്ച് ദുഷ്ടന്റെ പ്രവർത്തനം നിന്റെ മേൽ ആവസിക്കില്ല, പ്രവേശിക്കില്ല. ഒരു കാര്യം നീ അറിയണം, നാം ദൈവത്തിൽ നിന്നുള്ളവരാണെന്നും ലോകം മുഴുവൻ ദുഷ്ടന്റെ ശക്തി വലയത്തിലാണെന്നും നാം അറിയുന്നു. അതറിയണം പ്രിയമുള്ളവർ. ലോകം മുഴുവൻ ദുഷ്ടന്റെ ശക്തി വലയത്തിലാണ്. നിനക്ക് അതിൽ നിന്ന് വിട്ടു നിൽക്കണമെങ്കിൽ 1 യോഹന്നാൻ 3:9 സംഭവിക്കുന്നു. നിനക്ക് ഈ ലോകത്തിൽ നിന്ന് വിട്ടു നിൽക്കാൻ നീ ശ്രദ്ധിക്കണം. കാരണം ദൈവ ചൈതന്യം അവനിൽ വസിക്കുന്നു. ദൈവ ചൈതന്യമാണ് പരിശുദ്ധാത്മ. ഹല്ലേലൂയ. ദൈവ ചൈതന്യമാണ് പരിശുദ്ധാത്മ. പരിശുദ്ധാത്മാവുള്ള മനുഷ്യരിൽ തിന്മ പ്രവേശിക്കില്ല. റോമ 6:14. പാപം നിന്നെ സ്പർശിക്കില്ല. എന്തെന്നാൽ നീ നിയമത്തിന്റെ കീഴിലല്ല, കൃപയ്ക്ക് കീഴിലാണ്. പരിശുദ്ധാത്മാവുള്ള മനുഷ്യനെ പാപം സ്പർശിക്കും. അഭിഷേകം എന്തിനാണ് ജ്വലിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ അത്ഭുതം ചെയ്യാനും രോഗശാന്തി ചെയ്യാനും വചന പ്രഘോഷണത്തിനും ഇതരമായ കൃപകളുടെ പ്രവർത്തനങ്ങൾക്കും അല്ല, വിശുദ്ധനാകാൻ. ഈശോ പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്തിരിക്കുന്ന എന്തിനാണെന്നറിയോ? വിശുദ്ധരാകാൻ. അതുകൊണ്ട് ആരെങ്കിലും വിശുദ്ധരാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവർക്കെല്ലാം പരിശുദ്ധാത്മ അഭിഷേകം ഉണ്ടായിരിക്കണം.
അതുകൊണ്ടാണ് ഈശോ പറഞ്ഞ യോഹന്നാൻ 14:16 യോഹന്നാൻ 14:16 ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്ക് നിങ്ങളോടുകൂടി ആയിരിക്കാൻ മറ്റൊരു സഹായകനെ മറ്റൊരു സഹായകൻ. എന്തിനു വേണ്ടിയാണ് ഈ സഹായകൻ? വചനം ജീവിക്കാൻ, ജീവിതത്തെ വിശുദ്ധിയോടെ സൂക്ഷിക്കാൻ, സ്വർഗത്തിലേക്കുള്ള വഴിതെറ്റാതെ ആത്മാവിനെ സൂക്ഷിക്കാൻ. കാരണം ലോകം മുഴുവൻ ദുഷ്ടന്റെ ശക്തി വലയിട്ടില്ല. ഹല്ലേലൂയ. ദുഷ്ടൻ നിന്നെ തൊടാതിരിക്കണമെങ്കിൽ, 1 യോഹന്നാൻ 5:19 പറയുന്ന പോലെ ദുഷ്ടൻ നിന്നെ തൊടാതിരിക്കണമെങ്കിൽ വഴി ഒന്നേ ഉള്ളൂ, നീ ആത്മാവിൽ അഭിഷേകത്തിൽ നിറയണം. ഹല്ലേലൂയ. 6-ാം അധ്യായം 13-ാമത്തെ വചനം, ലേവ്യരുടെ പുസ്തകം. തീ കെടുത്തരുതെന്ന് പറയുന്നത്, ബലിപീഠത്തിലെ തീ, അഗ്നി നിരന്തരം കത്തിക്കൊണ്ടിരിക്കണം, അത് കെട്ടുപോകരുത്. ബലിപീഠത്തിലെ തീ കെടുത്തരുത്. വെളിപാട് പുസ്തകം 2-ാം അധ്യായം 4-ാം വചനം, അവിടെ തീയെ കുറിച്ച് പറയുന്നത്. വെളിപാട് 2:4 എങ്കിലും എനിക്ക് നിന്നോടൊന്ന് പറയാനുണ്ട്, നിനക്കാദ്യമുണ്ടായിരുന്ന സ്നേഹം നീ കൈവെടിഞ്ഞു. എവിടെ നിന്നാണ് അധപ്പതിച്ചതെന്ന് നോക്കി ആദ്യത്തെ പ്രവൃത്തികൾ ചെയ്യാല്ലെങ്കിൽ ഞാൻ നിന്റെ അടുത്ത് വരികയും നിന്റെ ദീപപീഠം സ്ഥലത്ത് നിന്ന് നീക്കിക്കളയും. നിന്നിലുള്ള ദീപം കെട്ടുപോകുന്നു, നീക്കപ്പെടുമെന്നാണ്. അതായത് നീ ജ്വലിപ്പിച്ചില്ലെങ്കിൽ, നീ അഭിഷേകത്തെ കൂടുതൽ ജ്വലിപ്പിച്ചില്ലെങ്കിൽ, നിന്റെ ഉള്ളിൽ നിക്ഷേപിച്ച ആത്മാവിനെ വിശുദ്ധീകരിച്ചില്ലെങ്കിൽ നീ ഇത് നഷ്ടപ്പെടുത്തുമെന്ന് അറിയും. 2015 പോയിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും മെജുഗോരി പോയവരുണ്ടോ? 2 പേര് 3 പേരോടെയുണ്ട്. മെജുഗോരി പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം, പരിശുദ്ധ അമ്മയുടെ ശക്തമായ ഒരു സാന്നിധ്യം. ഞാൻ 2015 ഞാൻ പോയത് ആക്ച്വലി ഒരു തീർത്ഥാടനം പോലെയല്ല. ഞാൻ ചാനലിൽ പ്രവർത്തിക്കുന്ന സമയത്ത് ഒരു പിക്നിക് പോലെയാണ് പോയത്. എൻ്റെ കൂടെ സംഭവം പിതാവ് ഉണ്ടായിരുന്നു. എൻ്റെ ഒരു സുഹൃത്ത് വൈദികൻ ഇച്ചിരിയും ഞങ്ങൾ കാറിലാണ് ഇവിടേക്ക് കൊണ്ടുപോയത്. അപ്പൊ ഞാൻ എൻ്റെ കയ്യിൽ ക്യാമറ ഗുഡ്നസ്സിന്നാണ് ഞാൻ പോകുന്നത്. അപ്പൊ ക്യാമറയുണ്ട്. ഞാൻ ഇതിന്റെ റെക്കോർഡിംഗ് ഒക്കെ കഴിഞ്ഞ് ഇതിനെക്കുറിച്ചും ഇതൊക്കെ കഴിഞ്ഞ് തിരിച്ച് ചാനലിൽ വന്ന് ഇത് മെജുഗോരിയുടെ സ്വന്തം അമ്മ എന്ന പേരിൽ 26 മിനിറ്റോട് ഡോക്യുമെന്ററി ആക്കി ഞാൻ ചാനലിൽ ഇത് പ്രക്ഷേപണം ചെയ്തു. പക്ഷെ അതിനുവേണ്ടി ഞാൻ ഒരുങ്ങുന്ന സമയത്ത് എനിക്ക് ആ അനുഭവങ്ങളെല്ലാം വീണ്ടും തിരിച്ചു കിട്ടി. അതെന്നെ കൂടുതൽ വിശുദ്ധീകരിക്കാൻ ഇടവന്നു. ഇത് സംഭവിക്കുന്നത് 2015 കാലഘട്ടത്തിൽ, ആ സമയത്താണ്. പക്ഷെ ഓരോ ദിവസവും വിശുദ്ധ അമ്മയോടുള്ള, അപ്പൊ അവിടെ എത്തിയപ്പോ പോയവർക്കറിയാം, അവിടെ എത്തുമ്പോ നമ്മള് കൂട്ടായ്മയെ ഷെയർ ചെയ്യാൻ വേണ്ടി വൈദികൻ വരും. പ്രത്യേകിച്ച് തീർത്ഥാടകരുടെ സമൂഹത്തിൽ ഒരു മലയാളി വൈദികനുണ്ട്, മലയാളി പകുതി, ഒരു ഫാദർ കുര്യാക്കോസ് ലിയോ പെരേര എന്ന് പറയുന്ന ഒരു വൈദികൻ. ചില ഇംഗ്ലീഷുകാർക്ക് വേണ്ടിയാണ് അച്ഛൻ വരും. ഈ അച്ഛൻ ഞാൻ പങ്കുവെച്ചപ്പോ അവിടെ വരുന്നവരോട് അച്ഛൻ പറയുന്നത്, ഞാൻ ഈ പേര് കേട്ടപ്പോൾ അച്ഛനോട് ചോദിച്ചു, അച്ഛൻ ഈ പേര് അല്ലെങ്കിൽ അവിടെ അന്വേഷിച്ചു, ഈ പേര് കേട്ടിട്ട് മലയാളിയുടെ പേരാണ്, കുര്യാക്കോസ് എന്നൊക്കെയുള്ള പേര് എങ്ങനെയാണ് ഇംഗ്ലീഷുകാർക്ക് വരുന്നത്. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ കളർ ടോൺ, സ്കിൻ ടോൺ ഒക്കെ കണ്ടപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു ഇന്ത്യൻ ടോണാണ്. അപ്പൊ അതുകൊണ്ട് അന്വേഷിച്ചപ്പോഴാണ് അദ്ദേഹത്തിന്റെ ഫാദർ സിംഗപ്പൂര്, അമ്മ പത്തനംതിട്ടക്കാരി. അങ്ങനെയാണ് അദ്ദേഹം ഒരിക്കല് കേരളത്തിൽ വന്നിട്ടുണ്ടെന്നൊക്കെ സംസാരിച്ചു. ഇങ്ങനെ പറഞ്ഞു. സംഭവം ഇല്ല, അമേരിക്കയില് റെസിഡന്റ് അല്ലെങ്കിൽ അവിടെ ജീവിക്കുന്നവരാ കുടുംബം. അദ്ദേഹം പറഞ്ഞത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഡോക്ടറായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു മനുഷ്യനായി ലിയോ പെരേര. ഒരു ദിവസം തീർത്ഥാടനം വന്നതായി മെജുഗോരിയിലേക്ക്. തീർത്ഥാടന സമയത്ത് പരിശുദ്ധ അമ്മയുടെ ഒരു ദർശനം ഉണ്ടായി. അവിടെ ഒരു കുരിശുമലയുണ്ട്, അല്ലെങ്കിൽ ഒരു കുരിശിന്റെ വഴിയുള്ള ഒരു മല, മറ്റൊന്ന് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷം നടന്ന മല. കുരിശുമലയിലേക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് പരിശുദ്ധ അമ്മയും ഉണ്ണീശോയും ചേർന്ന് ഇതുപോലെ നിത്യസഹായ മാതാവിന്റെ പോലെ ഒരു രൂപത്തോടെ മുന്നിൽ വന്ന ഒരു കുഞ്ഞിന്റെ സാന്നിധ്യത്തിൽ ഒരു സ്ത്രീ സംസാരിക്കുന്നു അച്ഛനോട്, അല്ലെങ്കിൽ ആ മനുഷ്യനോട്, ലിയോയോട്. അപ്പൊ ആ സമയത്ത് ഇദ്ദേഹം പറയുന്നത്, ഇദ്ദേഹത്തോട് ചോദിച്ചത്, ഇദ്ദേഹത്തോട് പരിശുദ്ധ അമ്മ പറഞ്ഞത് എങ്ങനെയാണ്, ലിയോ, യു ആർ കോൾഡ്
നീ ഇപ്പൊ ചെയ്യുന്ന നിന്റെ ജോലിയിലേക്കല്ല നീ വിളിക്കപ്പെട്ടിരിക്കുന്നത്. നീ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമല്ല ദൈവം നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. നീ ആലയത്തിൽ വന്ന് സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കണം എന്നൊരു പ്രചോദനം, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംസാരം. അപ്പൊ ഇത് കുറെ കഴിഞ്ഞാണ് അദ്ദേഹം ആലോചിച്ചത്, ഈ സ്ത്രീ എന്നോട് ഇങ്ങനെ പറയുന്നു. തിരിഞ്ഞു നോക്കി ഈ സ്ത്രീ കുഞ്ഞിനെ പെട്ടെന്ന് കാണുന്നില്ല. അത് വീണ്ടും 2 പ്രാവശ്യം ആവർത്തിച്ചു. എന്തായാലും സംഭവിച്ചത് എങ്ങനെയാ? ഈ തീർത്ഥാടനം കഴിഞ്ഞ് ഈ മനുഷ്യൻ തിരിച്ചുപോയി. പിന്നീട് ഈ പ്രേരണ, ഈ ആലോചന, അല്ലെങ്കിൽ ഈ ശബ്ദം ആവർത്തിച്ച് അദ്ദേഹത്തിന് കിട്ടിക്കൊണ്ടിരുന്നു. അവസാനം അദ്ദേഹം തീരുമാനമെടുക്കുന്നു, ഒരു ഡൊമിനിക്കൻ വൈദിക സമൂഹത്തിലേക്ക് ചേരുന്നു. പിന്നീട് 4 വർഷം കഴിയുമ്പോൾ ഡൊമിനിക്കൻ വൈദികരെയും മെജുഗോറിയുടെ തീർത്ഥാടകരുടെ ചാർജായി മാറുന്നു. ഈ അച്ഛൻ അവിടെ എത്തുന്നു. ഇവരെ അങ്ങനെ ഈ അച്ഛൻ പങ്കുവച്ചിട്ട് ഞങ്ങളോട് പറഞ്ഞൊരു കാര്യം ഇങ്ങനെയാണ്: ഈ പരിശുദ്ധ അമ്മ നമ്മളെ സഹായിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? പരിശുദ്ധ അമ്മ സഹായിക്കുന്നത് നമ്മളിൽ അഭിഷേകം വ്യാപരിക്കാൻ വേണ്ടി. അതിന്റെ തടസ്സങ്ങളാണ് അമ്മ നീക്കിക്കളയും. അതിന് ചെയ്യേണ്ട 5 കാര്യങ്ങൾ അവിടെ പറഞ്ഞു തരുന്നു. 5 കാര്യങ്ങൾ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്ന് പരിശുദ്ധ അമ്മയെ കുറിച്ച് പങ്കുവച്ചപ്പോൾ ഈ 5 കാര്യങ്ങൾ ഇവിടെ കഴിഞ്ഞ വർഷം പറഞ്ഞിട്ട് ഓർമ്മയുണ്ട്. 5 കാര്യങ്ങൾ പറഞ്ഞത് ഇങ്ങനെയാണ്: പരിശുദ്ധ കുർബാന നമ്മളിൽ അഭിഷേകം വളർത്തും, ജപമാല പ്രാർത്ഥന അഭിഷേകം വളർത്തും, പിന്നെയുള്ളത് ദൈവവചനം അഭിഷേകം വളർത്തും, ഒപ്പം തിന്മയെ നീക്കി നിർത്തും, പിന്നെയുള്ളത് വിശുദ്ധ കുമ്പസാരം, പിന്നെയുള്ളത് പരിത്യാഗ ജീവിതം. ഇതാണ് നമ്മുടെ ആത്മീയ വളർച്ചയുടെ 5 ആയുധങ്ങൾ. ഇതില്ലാത്തവൻ തിന്മയ്ക്ക് കീഴ്പ്പെടേണ്ടി വരും. ഈ ആയുധങ്ങൾ കൈവശമില്ലാത്തവൻ ഈ ജീവിതത്തിൽ വീണുപോകും. അതുകൊണ്ടാണ് ഈ അഭിഷേകം ജ്വലിക്കാൻ, പരിശുദ്ധാത്മ സാന്നിധ്യം ജ്വലിക്കാൻ സൂക്ഷിക്കേണ്ട ഒരു ജീവിതശൈലിയാണ് ദൈവവചനം, ജപമാല, വിശുദ്ധ കുർബാന, കുമ്പസാരം, പരിത്യാഗ ജീവിതം. ഹല്ലേലൂയ. കുടുംബകലർ വൃത്തിയാകും. പെട്ടെന്ന് വികാരിച്ച് ഒരു കൊച്ചച്ഛനാണ്. അച്ഛൻ ചോദിച്ചു, ചേട്ടാ ചേച്ചി ഇതെന്താ പതിവില്ലാതെ ഞായറാഴ്ച വന്ന് 2 പേരും കൂടി കല്ലറയൊക്കെ ഒരുക്കുന്നുണ്ട്? അപ്പൊ ഈ ചേട്ടൻ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു, എന്റെ അച്ഛ സത്യം പറഞ്ഞാൽ സ്വന്തം പറയാൻ ഇതല്ലേ ഉള്ളൂ, ബാക്കി ചേർത്ത് പിടിച്ചിരിക്കുന്നതെല്ലാം എപ്പോ വേണേലും കയ്യിൽ നിന്ന് പോവില്ല അച്ഛ. ഒരു രാത്രി മറഞ്ഞാൽ തീരാവുന്നതല്ലേ ഉള്ളൂ വെച്ചാ ബാക്കി ഉണ്ട് എന്ന് പറയുന്നതെല്ലാം. അവർ പരസ്പരം ആ ഒരു കമന്റിനെ തമ്മിൽ ചിരിച്ചു. എന്നിട്ട് അവര് തിരിഞ്ഞുപോയി. ആ രാത്രിയാണ് ഈ വലിയ സംഭവം ഉണ്ടാകുന്നത്, ചൂരമല ദുരന്തം. ആ ഇടവക സമൂഹത്തില് 9 പേര് ആ ദുരന്തത്തിൽ മരണപ്പെട്ടു. പിറ്റേ ഞായറാഴ്ച വിശുദ്ധ കുർബാനയ്ക്ക് വേമയുടെ മുമ്പില് ഒരു വലിയ ഫ്ലക്സ് ഉണ്ട്. പ്രിയമുള്ളവർ, 9 പേരുടെ ഫോട്ടോ വെച്ച് അച്ഛൻ വിലാപത്തോടെ കണ്ണുനീരോടെ കുർബാന ആരംഭിക്കുകയാണ്. അത് അച്ഛൻ ആ എടുത്തു വെച്ച ഫോട്ടോയുടെ ഫ്ലക്സിന്റെ മുകളിൽ 2 പേര് ആരാന്നറിയോ? കഴിഞ്ഞ ഞായറാഴ്ച കുടുംബക്കല്ലറ വൃത്തിയാക്കിയ ചേട്ടനും ചേച്ചിയും അതിന്റെ ആദ്യത്തെ 2 പേര് ഇന്ന് കുർബാന അർപ്പിക്കപ്പെടുമ്പോ അവർ പറഞ്ഞ പോലെ അവരുടെ നിത്യവസതിയിലേക്ക് യാത്രയായി 2 പേരും ഒരു ഉരുക്കിയ കല്ലറയിൽ അന്ത്യവിശ്രമം കൊള്ളുക. എന്തിനു വേണ്ടിയാണ് ചില സംഭവങ്ങൾ തമ്പുരാൻ ഇങ്ങനെ നമ്മുടെ മുന്നിൽ തരുന്നതെന്ന് ചോദിച്ചാല് നമ്മൾ പലപ്പോഴും ചിന്തിക്കുക, നമ്മളുമായിട്ട് ഇതിനൊന്നും ബന്ധമില്ലല്ലോ എന്ന്. ഇതൊക്കെ നമുക്ക് തമ്പുരാൻ തരുന്ന സൂചനയല്ല, മറിച്ച് മുന്നറിയിപ്പാണ്. ഹല്ലേലൂയ. 1 കൊരിന്തോസ് 10-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വചനത്തിലൊരു വചനങ്ങൾ 1 കൊരിന്തോസ് 10:11. ഇതെല്ലാം അവർക്കൊരു താക്കീതായിട്ടാണ് സംഭവിച്ചത്. നമുക്കൊരു പാഠമാകേണ്ടതിന് അവയെല്ലാം എഴുതപ്പെട്ടിരിക്കുന്നു. ഇവയെല്ലാം അവർക്കൊരു താക്കീതായിട്ടാണ് സംഭവിച്ചത്. നമുക്കൊരു പാഠമാകേണ്ടതിന് ഇവയെല്ലാം എഴുതപ്പെട്ടിരിക്കുന്നു. വചനത്തിലുള്ള വീഴ്ച, താഴ്ചകൾ, അനുഭവങ്ങൾ, വീണവരുടെ അനുഭവം, വിജയിച്ചവരുടെ അനുഭവം, അഭിഷേകം പ്രാപിച്ചവരുടെ അനുഭവം, അഭിഷേകം ചോർന്നവരുടെ അനുഭവം, ന്യായാധിപനായ സാംസന്റെ ഒക്കെ അഭിഷേകം ചോർന്ന അനുഭവം എങ്ങനെ സംഭവിച്ചു എന്നുള്ളതെല്ലാം എഴുതപ്പെട്ടിരിക്കുന്നത് എന്തിനാണെന്നറിയോ? മുന്നറിയിപ്പ്. സൂക്ഷിക്കണമെന്ന മുന്നറിയിപ്പ്.
അതുപോലെ തന്നെയാണ് ഓരോ ദിവസവും സംഭവിക്കുന്ന ആനുകാലിക സംഭവങ്ങളെല്ലാം കർത്താവ് നമുക്ക് അറിയിപ്പ് തരിക. നമ്മൾ വിലയോടെ കരുതുന്നതൊന്നും യഥാർത്ഥത്തിൽ വിലയുള്ളതല്ല എന്ന മുന്നറിയിപ്പ്. ആത്യന്തികമായി ജീവിതത്തെ സൂക്ഷിക്കേണ്ടത് നിത്യതയ്ക്ക് വേണ്ടിയാണ് എന്ന അറിയിപ്പ്. ഈ അറിയിപ്പ് തരുന്നത് പരിശുദ്ധാത്മാവ. അതുകൊണ്ടാണ് അഭിഷേകമുള്ള മനുഷ്യൻ ലോകത്തിന്റെ മോഹങ്ങളിൽ നിന്നും മായിക പ്രപഞ്ചങ്ങളിൽ നിന്നെല്ലാം ഓടിയവരും. പ്രഭാഷക ദിവസം 21:1-2 വചനം പറയും, മകനെ നീ പാപം ചെയ്തിട്ടുണ്ടോ? മേലിൽ ചെയ്യരുത്. പഴയ പാപങ്ങളുടെ മോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. അടുത്ത ഭാഗം വളരെ പ്രധാനപ്പെട്ട. സർപ്പത്തിൽ നിന്ന് പോലെ പാപത്തിൽ നിന്ന് ഓടി അകലുക. അടുത്ത് ചെന്നാൽ അത് കടിക്കും. അത് സിംഹത്തിന്റെ പല്ലുകളാണ്. അത് നിന്റെ ജീവൻ അപകരിക്കും. തിന്മയുടെ മേഖലകളിൽ നിന്ന് ഓടി ജീവിതത്തെ സൂക്ഷിക്കും. ആണ് വിശുദ്ധരാകുന്നതനുസരിച്ച് സംസാരം കുറയും. എന്നിട്ട് ചിന്ത അല്ലെങ്കിൽ ആത്മീയ മേഖലയിലേക്ക് ശ്രദ്ധ തിരിക്കും. എഫേസസ് 5:3, 4, 5 വചനങ്ങൾ. എഫേസസ് 5-ാം അധ്യായത്തിന്റെ 3, 4, 5 വചനങ്ങൾ ഒരു മുന്നറിയിപ്പ് പോലെ, താക്കീത് പോലെ നമുക്ക് തരുന്നുണ്ട്. ശ്രദ്ധിക്കേണ്ട ചില മേഖലകൾ. ഈ അഭിഷേകം ചോരാതിരിക്കാൻ നമുക്കറിയാം. നമ്മുടെ ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ള ഒരു മേഖലയാണ് നാവ്. സൂക്ഷിക്കണം. അമ്മമാര് പ്രത്യേകിച്ച് കുറെ അസ്വസ്ഥതകളൊക്കെ സംസാരിച്ചിട്ട് പ്രാർത്ഥിക്കാൻ ചെന്നിരിക്കുമ്പോൾ ഉറക്കം തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ചോർന്ന് പോകുന്നതാണ്. അതുകൊണ്ട് ഈ സംസാരത്തിന്റെ മേഖലകൾ, അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത സംസാരങ്ങൾ, ഇടപെടലുകൾ അവതരണം വഹിച്ചു. നിങ്ങളുടെ ഇടയിൽ വ്യഭിചാരത്തിന്റെ യാതൊരുവിധ അശുദ്ധിയുടെയും അത്യാഗ്രഹത്തിന്റെയും പേര് പോലും കേൾക്കരുത്. അങ്ങനെ വിശുദ്ധർക്ക് യോഗ്യമായ വിധം വ്യാപരിക്കുക. ഇനിയുള്ള ശ്രദ്ധിച്ച് വ്യർത്ഥഭാഷണവും ചാവല്യവും നമുക്ക് യോജിച്ചതല്ല. പകരം കൃതജ്ഞതാ സ്തോത്രമാണ് ഉചിതം. വ്യഭിചാരിക്കും അശുദ്ധനും അത്യാഗ്രഹിക്കും വിഗ്രഹാരാധകനും ദൈവത്തിന്റെയും ക്രിസ്തുവിന്റെയും അവകാശമില്ല എന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുകയും. അതുകൊണ്ട് വ്യർത്ഥഭാഷ, ചാവല്യം, സാന്നിധ്യം കൊണ്ട് നമ്മൾ വിശുദ്ധീകരിക്കണം. മാലിന്യങ്ങളെല്ലാം വിട്ടുപോകട്ടെ. ശക്തമായ സാന്നിധ്യം നമ്മളിലേക്ക് ആവശ്യം. കർത്താവിന്റെ ജീവിക്കുന്ന സാന്നിധ്യത്തിന്റെ മുൻപിലാണ് നമ്മൾ. കർത്താവിന്റെ സാന്നിധ്യത്തിലേക്ക് നമുക്ക് നമ്മളെ സമർപ്പിക്കാം. ഈശോയുടെ ഇസ്രായേൽ
മനുഷ്യനൊരു യോനയായി മാറും. അത് ജ്വലിച്ചാത്ത ദിവസങ്ങളോടെ മുള്ളകളും മുൾച്ചെടികളും ലഭിച്ചുകൊണ്ട് അവിടുത്തെ ശുദ്ധമായ സാന്നിധ്യത്താൽ അഭിഷേകത്താൽ എല്ലാ മാലിന്യങ്ങളും ഈ കൂട്ടായ്മയുടെ കുടുംബങ്ങളുടെ ഇടവകകളിൽ ഈ സമൂഹത്തിന്റെ ദേശത്ത് സൗഖ്യം പ്രാപിച്ചു നമ്മുടെ ശിരസിലൂടെ പ്രവേശിച്ചിട്ടുള്ള, ബുദ്ധിയിലൂടെ പ്രവേശിച്ചിട്ടുള്ള, ചിന്തയിലൂടെ പ്രവേശിച്ചിട്ടുള്ള, ആലോചനയിലൂടെ പ്രവേശിച്ചിട്ടുള്ള എല്ലാ മാലിന്യങ്ങളും ഈശോയുടെ തിരുരക്തം കൊണ്ട് കഴുകപ്പെടാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് കാണാം. ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എൻ്റെ കൈവെപ്പ് വഴി എനിക്ക് നൽകപ്പെട്ട കൃപാവരം, അവിടെ പൗരോഹിത്യ കരവെപ്പിന് കൃപാവരത്തെ പടരാൻ കർത്താവ് അംഗീകാരം നൽകിയിട്ടുണ്ട്. അത് ഏറ്റെടുത്തുകൊണ്ട് ഈ സമയത്ത് നമുക്ക് തീഷ്ണതയിൽ ജ്വലിക്കാൻ, അഭിഷേകം ജ്വലിക്കാൻ, വിടുതൽ, വിശുദ്ധീകരണ, സൗഖ്യം മേഖലകളെല്ലാം ജ്വലിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ രണ്ടുപേരെയായി കുർബാന സ്വീകരിക്കാൻ വരുന്ന പോലെ നിങ്ങൾ വന്നു നിൽക്കുക. ഈ സമയത്ത് പൗരോഹിത്യ അധികാരത്തിൽ ആശീർവദിക്കപ്പെടുന്നു. സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഈ സമയമെല്ലാം കർത്താവിൻ്റെ ആത്മാവ് ഓരോരുത്തരും വീണ്ടും ജ്വലിക്കട്ടെ. ആഗ്രഹത്തോടെ സ്തുതിച്ച് പ്രാർത്ഥിച്ച് നമുക്ക് കർത്താവിൻ്റെ മുന്നിലായിരിക്കാം. നന്ദി അങ്ങയുടെ
കൃപാകരത്തോട് അവിശ്വസ്തത കാണിച്ച് അങ്ങയെ ഒരിക്കലും ദുഃഖിപ്പിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങേക്കെതിരായി ഏറ്റവും ചെറിയ പാപം പോലും ചെയ്ത് അങ്ങയെ ഉപദ്രവിക്കാൻ എനിക്കിടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓരോ ചിന്തയെയും അവിടുത്തെ കാരുണ്യവും സൂക്ഷിക്കണമേ. എപ്പോഴും അങ്ങയുടെ പ്രകാശത്തിലേക്ക് സംസാരിച്ചാലും അങ്ങയുടെ ദാസൻ എന്ന് ഞാൻ പറയാൻ വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മധ്യനോനി മോചനമേകി കർത്താവിന് നന്ദി പറയാം. ഈ പന്തോസ്താസ് ദിനത്തിൽ നമുക്കിവിടെ ഒരുമിച്ച് ചേരാനും കർത്താവിൻ്റെ അഭിഷേകം സ്വന്തമാക്കാനും ആത്മാഭിഷേകത്തിൻ്റെ ഒരു ജ്വലനം സംഭവിക്കാനും ഇടവരുത്തിയത് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ ധാരാളം പേര് കടന്നു വന്ന് ഇന്ന് ഈ ദിവസം അനുഗ്രഹീതമാക്കിയതിന് വേണ്ട നന്ദി പറയുകയാണ്. വളരെ പ്രത്യേകിച്ച് ധ്യാന കേന്ദ്രത്തിന്റെ ഡയറക്ടർ ബഹുമാനപ്പെട്ട റോയ് വേളാപ്പത്തച്ഛനാണ് ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകിയത്. അച്ഛനെ വളരെയേറെ നന്ദിയോട് ഓർക്കുന്നു. അച്ഛനോടൊപ്പം ശുശ്രൂഷയ്ക്കായിട്ടുള്ളവരെയും പ്രത്യേകിച്ച് ശുശ്രൂഷയ്ക്ക് വന്നിട്ടുള്ള സഹോദരനെയും ഒക്കെ പ്രത്യേകം ഓർക്കുന്നു. നല്ലൊരു കൈയോടുകൂടി അച്ഛനെ അച്ഛനോട് നമുക്ക് പ്രാർത്ഥിക്കാത്ത ശുശ്രൂഷകൾ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, വിശ്വസിയായ സകല വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ എല്ലാവരും യോഗ്യരാകും. സമ്മാനം ഈശോ എന്ന് പറഞ്ഞാൽ ഈശോ എന്ന് പറഞ്ഞാൽ ഈശോ പറഞ്ഞ സമ്മാനം ഓടി വായി